രാത്രിയിൽ നമുക്കൊന്നിച്ച് ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാനും ദൈവവും ഭാഗം നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണാനും എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും വീണ്ടും അതിലും പങ്കാളിയാകാനും ഒക്കെ ദൈവം ഒരവസരം തന്നല്ലോ. എൻ്റെ ജീവിതത്തിലും ഒരു പുതിയ വർഷത്തിലേക്ക് ഇന്നലെ കടക്കാനായിട്ടിടയായി. ദൈവം എത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ നന്ദിയുള്ള ഹൃദയത്തോടെ തികഞ്ഞ ആ നിലയിൽ വിനയത്തോടെ ദൈവസന്നിധിയിൽ സകല മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള സമയം നമുക്ക് വളരെ വേഗത്തിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളെ ചിന്തിക്കാം. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 2 തീമോഥെയോസ് 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. നമുക്കറിയാവുന്നതുപോലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാനത്തെ ലേഖനമാണ് 2 തീമോഥെയോസ്. അതില് ആ 2 തീമോഥെയോസിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് വരുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. 2 തീമോഥെയോസ് 4-ന്റെ 7-ാമത്തെ വാക്യം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അടുത്ത വാക്യം: അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പൊ നോക്കുക, ഇവിടെ പൗലോസ് തൻ്റെ അവസാനത്തെ ലേഖനം, താന് പ്രേക്ഷിത വൃത്തിയിൽ പല വർഷങ്ങൾ ഏർപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനില്ലാതെ വണ്ണം വളരെ മാതൃകയായിട്ട് താന് ജീവിച്ചു. താന് ഈ സന്ദേശം നൽകിയ സഭകൾക്കും മറ്റ് വിശുദ്ധന്മാർക്കും ഒരു മാതൃകയായിട്ട് തൻ്റെ ഓട്ടം ഓടി തീർക്കുന്ന അവസാനത്തെ ലാപ്പിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് പൗലോസ് ഇതാ പറയുന്നു. താൻ പിന്നിട്ട ജീവിതത്തെ മുഴുവൻ തിരിഞ്ഞു നോക്കിയിട്ട് പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നോക്കുക, ഇന്ന് ഒരളവില് കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തു ഒരു അന്ത്യകാലഘട്ടത്തിലാണ് നമ്മൾ എന്ന് പറയുമ്പോൾ, നമുക്കും ഈ നിലയിൽ നമ്മുടെ പിന്നിട്ട ജീവിതത്തെ തിരിഞ്ഞു നോക്കി ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു, അത് കർത്താവ് എനിക്ക് തരും എന്ന് പറയാനായിട്ട് നമുക്ക് പൗലോസിനെ പോലെ പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ട് കഴിയുമോ? ഈ വാക്യത്തില് പൗലോസിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് താനെ പറയുക. ഇത് ഈ ലേഖനത്തിലെ പൗലോസിന്റെ അവസാന വാക്കുകളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അവസാന വാക്കുകളായിട്ട് എടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ, ഈ അധ്യായത്തിൽ തന്നെ 9 മുതൽ 22 വരെയുള്ള മറ്റ് 2-3 പാരഗ്രാഫുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ വാക്യങ്ങളോ, പ്രിയപ്പെട്ടവരെ, ആ വാക്യങ്ങളെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അത് പൗലോസ് സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് വ്യക്തിപരമായ ചില സന്ദേശങ്ങളും ചില യാത്ര പറച്ചിലുകളും ഒക്കെയാണ് നടത്തുന്നത്. 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ദേമാസ്, അലക്സാണ്ടർ എന്നൊക്കെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, തന്നെ വിട്ടിട്ട് പോയ, ഓട്ടം തികയ്ക്കാഞ്ഞ ചിലരെ കുറിച്ച് താന് ഒരു നൊസ്റ്റാൾജിയോട് കൂടെ ഒന്ന് ഓർക്കുന്നുണ്ട്. അതുപോലെ തൻ്റെ കൂടെയുള്ള ലൂക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ കൂടെ നിന്ന മറ്റ് ചിലരുടെ പേരുകൾ, സഹോദരിമാര് ചിലരുടെ പേരുകളും
ഒക്കെ ഉൾപ്പെടെ ചിലരുടെ പേരുകളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പ്രിസ്കയെ കുറിച്ചും അക്വിലാവിനെ കുറിച്ചും ഒനേസിഫോറസിനെയും അവർക്കൊക്കെ വന്ദനം പറയുന്നു. അതുപോലെ തന്നെ താന് പറയുന്നു, താന് അവിടെ വെച്ചിട്ട് പോന്ന തൻ്റെ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതവും ഒക്കെ നീ വരുമ്പോൾ കൊണ്ടുവരണം. അങ്ങനെ നോക്കുക, 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സഭയ്ക്കുള്ള ഒരു സന്ദേശമല്ല പറയുന്നത്. മറിച്ച് ആ ഭാഗത്ത് എന്താ പറയുന്നത്? അവസാനത്തെ യാത്ര പറച്ചിലും ആളുകളോട് വന്ദനം പറയുന്നതും ഓരോരുത്തരോട് യാത്ര പറയുന്നതും ഒക്കെയായ, അല്ലെങ്കിൽ വളരെ പേഴ്സണലായ, ഞാൻ അവിടെ വെച്ചിട്ട് പോയ എൻ്റെ പുതപ്പും പുസ്തകവും നീ വരുമ്പോൾ ഒന്ന് കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ മാത്രമാണ് 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 9ന്റെ തൊട്ട് മുകളിലുള്ള 7ഉം 8ഉം വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ഈ 7ഉം 8ഉം വാക്യങ്ങളെ നമുക്ക് എന്ത് പറയാൻ കഴിയും? പൗലോസിന്റെ ജീവിതത്തിലെ അവസാന വാക്കുകളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. നമ്മളോടൊക്കെയുള്ള ബന്ധത്തിൽ, അല്ലെ സഭയോടുള്ള ബന്ധത്തിൽ, വരും തലമുറകളോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ അവസാന വാക്കുകളാണ് നമ്മൾ വായിച്ച 4ന്റെ 7ഉം 8ഉം വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ എന്താ പറയുന്നത്? പൗലോസ് സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ പിന്നിട്ട ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതും. വളരെ ആത്മാർത്ഥതയോടെ, വളരെ സത്യസന്ധതയോടെയാണ് പറയുന്നത്. അല്ലാതെ തനിക്കൊരു പ്രശംസ കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. ദൈവം തനിക്ക് അതിനിടയാക്കി നല്ല പോർ പൊരുതുവാൻ. ദൈവമേ, നീ എന്നെ സഹായിച്ചല്ലോ എന്ന പിന്നിട്ട ജീവിതത്തെ മുഴുവൻ തിരിഞ്ഞു നോക്കി പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഓട്ടം തികച്ചു. ഈ ഓട്ടത്തിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ഫിനിഷിംഗ് ലൈനിലേക്ക് താൻ എത്തുകയാണ്. താൻ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ പോവുകയാണ്. ആ അവസാന നിമിഷങ്ങളിൽ താൻ പിന്നിട്ട ജീവിതത്തെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, ഓട്ടം തികച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, തന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന അലക്സാണ്ടറിനെ കുറിച്ചും ദേമാസിനെ കുറിച്ചും ഒക്കെ അതിൻ്റെ താഴെ 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ചില സൂചനകൾ പറയുന്നുണ്ട്. ചിലർക്കെന്ത് കഴിഞ്ഞില്ല, അവർക്കെന്ത് കഴിഞ്ഞില്ല? ഓട്ടം തികയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ പൗലോസിന് ഓട്ടം തികയ്ക്കാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. അങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കി അവസാനമായിട്ട് താനെ പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഇവിടെ പൗലോസിന്റെ ജീവിതത്തോട് മാത്രമല്ല, അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മളോട് ഒരു പ്രബോധനമുണ്ട്. എന്താ പ്രബോധനം? 8ാം വാക്യത്തിന്റെ അവസാനത്തെ വാക്കുകൾ കണ്ടോ? കർത്താവ് ആ ദിവസത്തിൽ, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് കിരീടം തരും. എനിക്ക് കിരീടം തരും. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നല്ല ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും എന്ന് പറഞ്ഞിട്ട് നമ്മളോടുള്ള ബന്ധത്തിൽ ഇതാ ഒരു കൊച്ചു വാചകം കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. എന്താ? എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രിയപ്പെട്ടവരെ, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവരും എന്നന്ന് പൗലോസ് എഴുതുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചും ഇന്ന് പ്രസക്തമാണ്. നമുക്ക് ഒരുപക്ഷെ പൗലോസിനെ പോലെ ഒരു കാരാഗ്രഹം ജീവിതം വിശ്വാസത്തിന് വേണ്ടി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുകയില്ല. അല്ലെങ്കിൽ പൗലോസിനെ പോലെ രക്തസാക്ഷി ആകേണ്ടി വരും എന്ന് വരികയില്ല. എന്നാൽ നമുക്കും എന്ത് ചെയ്യാൻ കഴിയും? ഓട്ടം തികയ്ക്കാനും വിശ്വാസം കാക്കാനും നല്ല പോർ പൊരുതാനും അങ്ങനെ എന്താ അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ആ നിലയിൽ ആ കിരീടത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവരായിട്ട് നമുക്കും ആയിരിക്കാനായിട്ട് കഴിയും. നമുക്കിങ്ങനെ ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്തു വേണം? പൗലോസിന്റെ തന്നെ മറ്റൊരു ലേഖനത്തില് നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12ാമത്തെ അധ്യായം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളെല്ലാവരും ദൈവവചനത്തെ കുറിച്ച് അറിവുള്ളവരാണ്. ഈ എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയതെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ
എന്നാൽ വേദപണ്ഡിതന്മാർ പറയുന്നത് പൗലോസാണ് അത് എഴുതിയിരിക്കുന്നത്. എഴുത്തിന്റെ രീതി കൊണ്ടും ഒക്കെ അതിൻ്റെ അകത്തെ വിഷയങ്ങളുടെ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രത്യേകത കൊണ്ടും ഒക്കെ പൗലോസ് തന്നെയാണ് എബ്രായ ലേഖനം എഴുതിയത് എന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്കും പറയാം, പൗലോസ് എഴുതിയ ഈ എബ്രായ ലേഖനത്തിൽ ഇതുപോലെ തന്നെ ഓട്ടം തികയ്ക്കുന്നതിനെ കുറിച്ചും പൂർത്തിയാക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള വളരെ പരിചിതമായ ഒരു വാക്യം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, അത് നമുക്കുള്ള ഒരു ആ നിലയിലുള്ള നോക്കുക, പൗലോസ് നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഇപ്പോൾ നമ്മൾ വായിച്ച പൗലോസിന്റെ സ്വന്തം ജീവിതത്തിൽ ഓട്ടം തികച്ചു എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുക, നമ്മൾ എന്തോ വേണം? നമ്മള് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അങ്ങനെ സ്ഥിരതയോടെ ഓടിയാൽ മാത്രമേ നേരത്തെ 2 തീമോഥെയോസ് 4:7 പറഞ്ഞതുപോലെ ഓട്ടം പൂർത്തിയാക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ 2 തീമോഥെയോസ് 4:7 നിന്ന് നമുക്ക് നമ്മളോടുള്ള പൗലോസിന്റെ ഒരു പ്രബോധനം എന്നുള്ള നിലയിൽ ഈ എബ്രായർ 12-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ഓട്ടം തികയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിക്കാം. എന്താണ് പൗലോസ് ഇവിടെ പറഞ്ഞേക്കുന്നത്? പൗലോസ് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓട്ടം സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഓട്ടം എന്നെ പോലെ തികയ്ക്കാനൊക്കുകയുള്ളൂ. അവസാന നിമിഷത്തിൽ നിന്നുകൊണ്ട് പിന്നിട്ട ജീവിതത്തെ തിരിഞ്ഞു നോക്കി എന്നെ പോലെ നിങ്ങൾക്കും പറയണോ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയണോ? പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എന്ത് വേണം? ഇന്ന് നിങ്ങൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഈ ഓട്ടം സ്ഥിരതയോടെ ഓടണം. എന്നാലേ അത് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. നമുക്ക് നമ്മളോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം നോക്കാം. ഇവിടെ പൗലോസ് പറയുന്നത് നമ്മൾ സ്ഥിരതയോടെ ഓടണം എന്നാണ് പറയുന്നത്. സ്ഥിരതയോടെ ഓടണം. നമുക്കെല്ലാവർക്കും മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടക്കളത്തിൽ നമ്മൾ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അപ്പോൾ തന്നെ നോക്കുക, നമുക്ക് ചില 2 മുന്നറിയിപ്പും ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ എന്തോ വേണം? നമ്മൾ ഓട്ടം സ്ഥിരതയോടെ ഓടി പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സകല ഭാരവും വിടണം. 2, മുറുകെ പറ്റുന്ന പാപം വിടണം. അത് 2 ചെയ്താൽ മാത്രമേ ഓട്ടം സ്ഥിരതയോടെ ഓടാനായിട്ടൊക്കെയുള്ളൂ. അങ്ങനെ ഓടിയാലേ പൂർത്തിയാക്കാനായിട്ടൊക്കെയുള്ളൂ. നമുക്ക് ഈ കാര്യങ്ങൾ പൗലോസ് ഈ കൊച്ചു വാക്യത്തിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഈ വെല്ലുവിളികളെ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാ പൗലോസ് പറയുന്നത്? നമ്മൾ നമ്മുടെ ഓട്ടം ഓടണം, അത് സ്ഥിരതയോടെ ഓടി അത് പൂർത്തിയാക്കണം. പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ, ഓട്ടം ഓടണമെന്നുണ്ടെങ്കിൽ, ആ ഓട്ടക്കളത്തിൽ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ വേണം? നമ്മൾ സകല ഭാരവും അത് ഉപേക്ഷിക്കണം. 2, മുറുകെ പറ്റുന്ന പാപം ഉപേക്ഷിക്കണം. അപ്പോ ഭാരം ഉപേക്ഷിക്കണം, മുറുകെ പറ്റുന്ന പാപം, ഇത് 2ഉം വിട്ട് നോക്കുക, വിട്ട് ഉപേക്ഷിക്കുക. forsake, ത്രോ എവേ. ഗ്രീക്കില് ആ വാക്യത്തിന് വലിച്ചെറിയുക എന്നാണ് അർത്ഥം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ വേണം? നമ്മുടെ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വലിച്ചെറിഞ്ഞ് സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം ഓടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വലിച്ചെറിയേണ്ടത് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഭാരമാണ്, 2 പറയുന്നത് മുറുകെ പറ്റുന്ന പാപമാണ്. ഈ 2 കാര്യങ്ങളിൽ
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഏതാ? ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇതിലേതായിരിക്കും? തീർച്ചയായിട്ടും രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെ പാപം എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ പാപത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപം എന്ന് പറയുന്നത് വെറും ഒരു പാപമല്ല. അതിനെ പ്രത്യേകം വിശേഷിപ്പിച്ചിരിക്കുക. എന്താ വിശേഷിപ്പിച്ചേക്കുന്നത്? അത് മുറുകെ പറ്റുന്ന പാപമാണ്. നമുക്കൊക്കെ പാപങ്ങൾ സംഭവിക്കാം, നമ്മളൊക്കെ പാപത്തിൽ വീഴാം. പക്ഷേ ചില പാപങ്ങൾ നമ്മളെ മുറുകെ പറ്റും. നമ്മളെ പെട്ടെന്ന് നമ്മളെ വിട്ടുപോവുകയില്ല. നമ്മളെ അങ്ങ് മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങളും എന്ത് വേണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഏതായാലും ഇത് മുറുകെ പറ്റുന്നതാണല്ലോ, ഇത് അങ്ങനെ ഇങ്ങനെ ഒന്നും പോവുകയില്ല, അതുകൊണ്ട് ഇതെങ്ങനെയും കൊണ്ടുപോകാം എന്ന് വിചാരിക്കാൻ ഒക്കുമോ? ഇല്ല. മുറുകെ പറ്റുന്ന പാപവും എന്ത് വേണം? വിടണം. ഭാരവും വിടണം, മുറുകെ പറ്റുന്ന പാപവും വിടണം. ഇത് യാദൃച്ഛിക സംഭവിച്ചു പോകുന്ന ഒറ്റപ്പെട്ട ഒരു പാപമല്ല, മറിച്ച് എന്താ? മുറുകെ പറ്റുന്ന പാപമാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്താ? നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്താൽ നമ്മളൊക്കെ വ്യത്യസ്തരായ ആളുകളാണ്. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്, നമ്മുടെ ടെമ്പറമെന്റ്, നമ്മുടെ രീതികൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ പശ്ചാത്തലങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അയാൾക്ക് മുറുകെ പറ്റുന്ന പാപമായിരിക്കില്ല മറ്റൊരു വിശ്വാസിയെ മുറുകെ പറ്റുന്നത്. ഒരാളെ കോപവും പകയും ഒക്കെയാണ് മുറുകെ പറ്റുന്ന ഒരു പാപമെങ്കിൽ മറ്റൊരു വിശ്വാസിക്ക് കോപവും പകയും ഒക്കെ വളരെ വേഗത്തിൽ തനിക്ക് വിട്ടുകളയാൻ ഒത്തെന്ന് വരും. പക്ഷെ ആ വിശ്വാസി എന്തായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിനെ മുറുകെ പറ്റുന്ന പാപം? ഒരുപക്ഷെ പണസ്നേഹമായിരിക്കാം. വേറൊരു വിശ്വാസിക്ക് ഈ പണസ്നേഹം ഒന്നും പ്രശ്നമല്ല. പക്ഷെ ആ വിശ്വാസിയെ നിരന്തരം വേട്ടയാടുന്നത്, ആ വിശ്വാസിയെ സ്ഥിരം ബന്ധനത്തിലാക്കിയിരിക്കുന്നത് ആളുകളോട് തോന്നുന്ന അസൂയയും അവരോടുള്ള മത്സരവുമായിരിക്കാം. നോക്കുക, ഞാൻ പറഞ്ഞത് ഒരു കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും യാദൃച്ഛിക സംഭവിക്കുന്ന പാപങ്ങളുണ്ട്. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് എന്താ? യാദൃച്ഛിക സംഭവിക്കുന്ന പാപങ്ങള് നമ്മൾ നടന്നു പോകുമ്പോൾ കാല് തെറ്റി പെട്ടെന്നൊന്ന് വീഴുന്ന പോലെ, അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് എണ്ണീക്കാം, ദൈവമേ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നമുക്കതിൽ നിന്ന് കഴുകൽ പ്രാപിച്ച്, കർത്താവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ യാദൃച്ഛികമായിട്ട് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പാപത്തെ വിട്ടുകളയണമെന്നല്ല ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? മുറുകെ പറ്റുന്ന പാപമാണ് വിട്ടുകളയേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ, എനിക്ക് മുറുകെ പറ്റുന്ന വല്ല പാപമുണ്ടോ എന്ന് വെച്ചാൽ എന്നെ നിരന്തരം ബന്ധനത്തിലാക്കി കളയുന്ന, അല്ലെങ്കിൽ എന്നെ വിടാതെ പിന്തുടരുന്ന ഏത് പാപമാണ്? അതാണ് എന്നെ മുറുകെ പറ്റുന്ന പാപം. മുറുകെ പറ്റുന്ന പാപം ഞാൻ വിട്ടാലും ചിലപ്പോൾ അതെന്നെ വിടുകയില്ല. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പാമ്പാട്ടി തൻ്റെ പാമ്പുകളും ഒക്കെ ആയിട്ട് ഒരു ജംഗ്ഷനിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി പോവുക. അപ്പോൾ പോയ വഴിക്ക് ആ പാമ്പാട്ടി തൻ്റെ കൊച്ചു മോള് 6 വയസ്സുള്ള കുഞ്ഞിനോട് പറഞ്ഞു. അപ്പൊ കുഞ്ഞും ഈ അച്ഛൻ്റെ പുറകെ നടക്കുന്നതായോണ്ട് അതിനും പാമ്പിനെ ഒന്നും പേടിയില്ല. അപ്പൊ അതിൻ്റെ കയ്യിൽ ഒരു കൊച്ചു പാമ്പിനെ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഈ പാമ്പിനെ ഞാൻ അവിടെ ചോദിക്കുമ്പോൾ, അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നീ കൊണ്ട് തന്നേക്കണം എന്ന് പറഞ്ഞു. അവളെ ഏൽപ്പിച്ചു. അവൾ പറഞ്ഞു, ആട്ടച്ചാ, ഞാൻ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പാമ്പാട്ടി അവിടെ ചെന്നു. ധാരാളം ആളുകൾ കൂടി. അയാൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തില് നാടകീയമായിട്ട് പുള്ളി ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, മോളെ, നീ ആ പാമ്പിനെ ഇങ്ങ് കൊണ്ടുപോവാ അച്ഛൻ്റെ ഈ താ എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം ആ കുഞ്ഞിനെ നോക്കുക. ആ കൊച്ചു കുഞ്ഞ് അവള് ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്നു.
എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഈ അച്ഛൻ പാമ്പാട്ടി പറഞ്ഞു, എന്തിയേ പാമ്പ് എന്തിയേ? അപ്പൊ പറഞ്ഞു, അച്ഛാ, പാമ്പിനെ എടുക്കാൻ പറ്റുന്നില്ല. അതെന്താ എടുക്കാൻ പറ്റാത്ത? നീ അത് എടുത്തതാ. അത് അത് എൻ്റെ ദേഹത്തുനിന്ന് വിടുന്നില്ല, അതിനെ ഇങ്ങ് എടുത്തതാ എന്ന് അച്ഛൻ വീണ്ടും പറഞ്ഞു. അപ്പോ അവള് പറഞ്ഞു, എന്തോ ചെയ്യാം, ഞാൻ അതിനെ അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടിട്ടും അത് എന്നെ വിടുന്നില്ല. അതെന്നെ ചുറ്റിയിരിക്കുക, അതെന്നെ അരയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുക. അത് എന്നെ വിട്ടാലല്ലേ എനിക്കതിനെ തരാനൊക്കെ ഉള്ളൂ. ഞാൻ അതിനെ വിട്ടിട്ടും അതെന്നെ വിടുന്നില്ല. പ്രിയപ്പെട്ടവരെ, മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത് ഏതാണ്ട് അതുപോലെയാണ്. നമ്മൾ വിടാനായിട്ട് ആഗ്രഹിച്ചാലും പലപ്പോഴും നമ്മളെ വിടാത്ത ആ പാമ്പാട്ടിയുടെ കുഞ്ഞിനെ ചുറ്റിയ, അതിനെ, ആ മോളെ മോചിപ്പിക്കാതെ അതിനെ വട്ടം ചുറ്റിയ പാമ്പിനെ പോലെ നമ്മളെ ഏതെങ്കിലും ചില പാപം നമ്മളെ ഒരുപക്ഷേ നിരന്തരം വേട്ടയാടുന്നുണ്ടാവും. അതായിരിക്കും നമ്മളെ മുറുകെ പറ്റുന്ന പാപം. പക്ഷെ ഇവിടെ നോക്കുക, എബ്രായർ 12:1, മുറുകെ പറ്റുന്ന പാപവും നമ്മൾ എന്തോ വേണം, വിടണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആട്ടെ, ഈ മുറുകെ പറ്റുന്ന പാപം എങ്ങനെയാ, എന്താ അത് വിടാൻ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് എടുക്കണമല്ലോ. പാപത്തെ അപ്പം നമ്മൾ ഇവിടെ എന്താ രണ്ടായിട്ട് തിരിച്ചു. യാദൃച്ഛിക സംഭവിക്കുന്ന പാപങ്ങൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ. ഇതിൽ യാദൃച്ഛിക സംഭവിക്കുന്ന പാപങ്ങളെ താരതമ്യേന നമുക്ക് എളുപ്പത്തിൽ വിട്ടുകളയാൻ ഒക്കും. പക്ഷേ നമ്മൾ വിട്ടാലും നമ്മളെ വിടാത്ത ഈ മുറുകെ പറ്റുന്ന പാപത്തെ വിടാൻ എന്നാ മാർഗം? അതിനെ വിടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ മുറുകെ പറ്റുന്ന പാപം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഒരു ദൈവദാസൻ അതിന് 6 ലക്ഷണങ്ങൾ തൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ദൈവഭക്തൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത്, ഒരു മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ, മുറുകെ പറ്റുന്ന പാപത്തിന് 6 ലക്ഷണങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ വേഗത്തിൽ നമുക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം. ഒന്നാമത്, മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാപമാണ് മുറുകെ പറ്റുന്ന പാപം. നമ്മൾ പല പാപങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഒരളവിൽ ഏറ്റവും പ്രിയപ്പെടുന്നത് ഏതാണ് ആ പാപങ്ങളിൽ? ചിലരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണത്തോടുള്ള താല്പര്യമായിരിക്കും. മറ്റൊരാൾക്ക് ആയിരിക്കേയില്ല. മറ്റ് തെറ്റായ പല കാര്യങ്ങൾ വീഡിയോയിലും ഒക്കെ പോയി കാണുന്ന ഒരു രീതിയായിരിക്കും. അത് ആദ്യം പറഞ്ഞ ആൾക്ക് പ്രസക്തമായിരിക്കേയില്ല. നമുക്ക് ഏതിനോടാണോ പ്രിയമുള്ളത് അതാണ് നമ്മളെ മുറുകെ പറ്റുന്ന പാപം. നമ്മുടെ ഹൃദയത്തോട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ മുറുകെ പറ്റുന്ന പാപം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒന്നാമത് നോക്കേണ്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ പ്രിയപ്പെടുന്ന പാപം എന്താണ് എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് നമ്മൾ കൂടെ അതിൽ പെട്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മേൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പാപം ഏതാണോ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട പാപം, അല്ലെങ്കിൽ നമ്മളെ മുറുകെ പറ്റുന്ന പാപം. ഇതാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത്. മൂന്നാമത് അദ്ദേഹം പറയുന്നത്, നമ്മള് വിട്ടുകളയണം, പാപത്തെ വിട്ടുകളയണം എന്ന് പറയുന്നു. പക്ഷേ വിട്ടുകളയാൻ നമുക്ക് ഏറ്റവും മടിയുള്ളത് ഏത് പാപമാണോ അതാണ് മുറുകെ പറ്റുന്ന പാപം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ കണ്ടോ, നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രിയപ്പെടുന്ന പാപം ഏതാണ്, ഹൃദയപരമായി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്, നമ്മളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പാപം ഏതാണ്, അതാണ് മുറുകെ പറ്റുന്ന പാപം. അതുപോലെ വിട്ടുകളയുവാൻ നമുക്ക് ഏറ്റവും മടിയുള്ളത് ഏതാണ്, അതാണ് മുറുകെ പറ്റുന്ന പാപം. അപ്പൊ നാലാമത് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും പാപത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ നമ്മൾ അതിൽ ഏത് പാപത്തെയാണോ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് അതാണ് മുറുകെ പറ്റുന്ന പാപം. എന്ന് പറഞ്ഞാൽ
നമുക്കിപ്പോൾ മുൻകോപം ഉണ്ടെന്നിരിക്കട്ടെ, അതിനെക്കുറിച്ച് ഒരാൾ പറയുകയാണെന്നിരിക്കട്ടെ. പറയുമ്പോൾ നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ന്യായങ്ങൾ പറയുക. ആർക്കാ മുൻകോപം ഇല്ലാത്തത്? നമ്മുടെ ഇന്ന ദൈവദാസൻ പണ്ട് ഓർക്കുന്നുണ്ടോ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ ഇന്നാരെ കുറിച്ച് കാണുന്നില്ലയോ, അതൊക്കെ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു 100 കൂട്ടം ന്യായങ്ങൾ അതിനെ പ്രതിരോധിച്ച് പറയാനുണ്ടെങ്കിൽ അത് എന്താണ്? നമ്മുടെ മുറുകെ പറ്റുന്ന പാപമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാനായിട്ട് കഴിയും. പിന്നീട് അദ്ദേഹം പറയുന്നത്, 5-മതായിട്ട് പറയുന്നത്, ഏത് പാപത്തെക്കുറിച്ച് മറ്റുള്ളവര് പറയുമ്പോൾ നമുക്ക് മുറിവേൽക്കുന്നു, നമുക്കത് ഒരു മുറിവായിട്ട് തോന്നുന്നു, അതാണ് നമ്മളെ മുറുകെ പറ്റുന്ന പാപം. ഒരു ഉദാഹരണം പറഞ്ഞാല്, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് പല ആളുകൾ വന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21, 21, 22 വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, നമുക്കിപ്പോൾ എടുത്ത് വായിക്കണ്ട, നമുക്കതിന് സമയമില്ല. ആ സംഭവം ഞാൻ പറയാം. ഒരാള് കർത്താവിൻ്റെ അടുത്ത് വന്നു. കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് എന്തോ ചെയ്തു? കർത്താവ് അവനെ നോക്കി. അവനെ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത് പണത്തോടുള്ള സ്നേഹമാണെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് മനസ്സിലാക്കി. കർത്താവ് പറഞ്ഞില്ല, കർത്താവ് മനസ്സിലാക്കി. കർത്താവ് അവനെ നോക്കി. അവന് പണത്തോടുള്ള തെറ്റായ ഒരു അഭിനിവേശം, അതാണ് അവനെ മുറുകെ പറ്റുന്ന പാപം എന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവ് എന്തോ പറഞ്ഞു? കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്? അവന് കർത്താവിനെ അനുഗമിക്കുന്നത് നിർത്തി അവൻ ദുഃഖിതനായിട്ട് പൊയ്ക്കളഞ്ഞു. അപ്പോൾ സത്യത്തിൽ നോക്കുക, അവന്റെ ജീവിതത്തിലുള്ള, ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുള്ള അവനെ മുറുകെ പറ്റുന്ന ഒരു പാപത്തിന്റെ മേൽ കർത്താവ് വിരൽ ചൂണ്ടിയപ്പോ അവൻ എന്താ? അവന് ദുഃഖിതനായി, അവൻ അതിൽ മുറിവേറ്റു. ഓഹോ, എന്നെ കുറിച്ച് അങ്ങനാണോ പറയുന്നത്? എന്നാൽ മേലായി യേശുവിന്റെ പിന്നാലെ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതോടെ യേശുവിനെ പിൻപറ്റുന്നത് നിർത്തി. അപ്പോ മുറുകെ പറ്റുന്ന പാപം എന്ന് വെച്ചാൽ നമ്മളിലുള്ള ഏതെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് ഒരു സഹോദരൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ മുറിവേൽക്കുന്നുണ്ടെങ്കിൽ ആ പാപമാണ് നമ്മളെ മുറുകെ പറ്റുന്ന പാപം. ഇത് ഹേരോദാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഹേരോദാവ്, മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ നോക്കുക. മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളൊക്കെ നോക്കുക. ഹേരോദാവിനെ സ്നാപക യോഹന്നാൻ ചെന്ന് കണ്ട് അവനെ ഒരു പ്രത്യേക പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി. നമുക്കറിയാം, ഞാനെടുത്ത് വായിക്കുന്നില്ല, നമുക്കറിയാം ഹേരോദാവിന് പല പാപങ്ങളുണ്ട്. എന്നാൽ അവനെ മുറുകെ പറ്റുന്ന ഒരു പാപത്തെക്കുറിച്ച് സ്നാപക യോഹന്നാൻ എന്ത് പറഞ്ഞു? സ്നാപക യോഹന്നാൻ അതിൻ്റെ നേരെ വിരൽ ചൂണ്ടി. വിരൽ ചൂണ്ടിയപ്പോൾ ഹേരോദാവ് എന്ത് ചെയ്തു? ഹേരോദാവ് മുറിപ്പെട്ടു. ഹേരോദാവ് സ്നാപക യോഹന്നാനെ തടവിലാക്കി. പിന്നീട് അവനെ അവനെ കൊന്നു. സ്നാപക യോഹന്നാനെ കൊന്നു. കണ്ടോ? ഹേരോദാവിന് പല പാപങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഈ ഒരു പ്രത്യേക പാപം, ഒരു സ്ത്രീയുമായിട്ടുള്ള അവന്റെ ബന്ധം, ആ ഒരു കാര്യത്തിലേക്ക് സ്നാപക യോഹന്നാൻ വിരൽ ചൂണ്ടിയപ്പോൾ ആ വിരൽ ചൂണ്ടിയ സ്നാപക യോഹന്നാനെ തടവിലാക്കുകയും പിന്നീട് കൊന്നുകളയുകയും ചെയ്യത്തക്കവണ്ണം ഹേരോദാവിന് മുറിവേറ്റു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതായിരുന്നു യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ പ്രത്യേക പാപമായിരുന്നു ഹേരോദാവിനെ മുറുകെ പറ്റുന്ന പാപം എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നമ്മൾ 5 കാര്യങ്ങളാ പറഞ്ഞത്. നമ്മൾ ഏറ്റവും പ്രിയപ്പെടുന്ന പാപം ഏതാണോ അതാണ് നമ്മളെ മുറുകെ പറ്റുന്ന പാപം. നമ്മളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പാപം ഏതാണോ അതാണ് നമ്മളെ മുറുകെ പറ്റുന്ന പാപം. വിട്ടുകളവാൻ നമുക്ക് ഏറ്റവും മടിയുള്ള പാപം ഏതാണോ അതാണ് നമ്മളെ മുറുകെ പറ്റുന്ന പാപം. ഏത് പാപത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒട്ടേറെ ന്യായങ്ങളും കഥകളും തർക്കങ്ങളും
ഒക്കെ പറയുന്നത് അതാണ് മുറുകെ പറ്റുന്ന പാപം. അതുപോലെ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഏത് പാപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരളവില് മുറിവേറ്റതുപോലെ വ്രണീത ഹൃദയരായിട്ട് തീരുന്നു. നമ്മൾ ദുഃഖിച്ചു പിന്നെ ആ ആളുമായിട്ടുള്ള ബന്ധം തന്നെ നിർത്തിക്കളയുന്നു. നമ്മളത് മാറ്റിക്കളയാതെ ആ ആളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഹേരോദാവ് ചെയ്തതുപോലെ ആ ആളിനെ തന്നെ കൊല്ലുന്നു. അയാൾ എന്താ ചെയ്തത്? അയാൾ ആകെപ്പാടെ ഒരു കാര്യമേ ചെയ്തുള്ളൂ, അവനിലുള്ള ഒരു പാപത്തിലേക്ക് വിരൽ ചൂണ്ടി. പക്ഷെ ആ പാപം അവനെ മുറുകെ പറ്റുന്ന പാപമായതുകൊണ്ട് അവൻ അതിന് പ്രതികാരം വീട്ടുന്നു. ആറാമതായിട്ട് ആ ദൈവഭൃത്യൻ പറഞ്ഞേക്കുന്നത്, ഈ മുറുകെ പറ്റുന്ന പാപത്തെ നമുക്ക് കണ്ടെത്താനുള്ള ഒരു മാർഗം, ആ മുറുകെ പറ്റുന്ന പാപം ആ ചെയ്യുന്ന ആളിന് സന്തോഷവും സുഖവും ഒക്കെ നൽകും എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ആ ഒരു പാപമായിരിക്കും അയാളുടെ ജീവിതത്തെ ആത്യന്തികമായിട്ട് ദുസ്സഹമാക്കുന്നത്. ദുസ്സഹമാക്കുന്നത്. ചില ആളുകള് ആ ഒരൊറ്റ പാപത്തെ തട്ടിയായിരിക്കും അവരുടെ മുഴുവൻ ജീവിതവും നഷ്ടമായി പോകുന്നത്. ചില ആളുകൾക്കുള്ള ചില തെറ്റായ ചില ബന്ധങ്ങൾ, ആ ബന്ധം ഒഴിച്ചാൽ അവർ വളരെ നല്ല മനുഷ്യരാണ്, വളരെ നല്ല മനുഷ്യരാണ്. സമൂഹത്തിലൊക്കെ ആളുകളെ സഹായിക്കുന്നു, പാവങ്ങൾക്ക് പണം കൊടുത്ത് സഹായിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ കുടുംബത്തിന് പുറത്തൊരു തെറ്റായ ഒരു അധാർമികമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം അവർക്ക് സന്തോഷമാണ്, സുഖമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ആ ഒരൊറ്റ ബന്ധമായിരിക്കും അവരെ ആത്യന്തികമായിട്ട് തകർത്ത് കളയുന്നത്. അവരുടെ സമൂഹത്തിലുള്ള മാന്യതയും പേരും അത് നശിപ്പിക്കും. ഈ ബന്ധം തുടരുന്നത് കൊണ്ട് അവരുടെ കുടുംബം, അവരുടെ ഭാര്യ അവരെ വിട്ടുപോയെന്ന് വരും, അവരുടെ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയെന്ന് വരും, സമൂഹം മുഴുവൻ എതിരായി അദ്ദേഹത്തിന്റെ ജോലി പോലും നഷ്ടമായെന്ന് വരും. നോക്ക്, അയാളെ ഏറ്റവും ദുസ്സഹമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നു അത്. പക്ഷെ അത് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അത് അദ്ദേഹത്തിന് ചില സുഖങ്ങൾ തരുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാണും. പക്ഷെ അത് ആത്യന്തികമായിട്ട് ഈ ആളിനെ നശിപ്പിച്ചു കളയും. അങ്ങനെ ആത്യന്തികമായിട്ട് നശിപ്പിച്ചു കളയുന്ന ഈ കാര്യം എന്താണ്? ആ നിലയില് മുറുകെ പറ്റുന്ന പാപമാണ് എന്ന് പറഞ്ഞു. അപ്പൊ മുറുകെ പറ്റുന്ന പാപങ്ങൾ കണ്ടോ? ഇങ്ങനെ 5-6 കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മളെ മുറുകെ പറ്റുന്ന ഏതെങ്കിലും പാവങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുക. കണ്ടെത്തിയാൽ എന്ത് വേണമെന്നാണ് ഇവിടെ പറയുന്നത്? മുറുകെ പറ്റുന്ന പാപം വിട്ടുകളയണം, വിട്ടുകളയണം, വിട്ടുകളയണം. അല്ലാതെ അത് മുറുകെ പറ്റുന്നതാണ്, ഞാന് അതിനെ വിട്ടിട്ടും അതെന്നെ വിടുന്നില്ല എന്ന് പറയാൻ നമുക്ക് ന്യായമില്ല. നമ്മൾ എങ്ങനെയും ആ പാപം ഉപേക്ഷിക്കണം എന്നാണ് ഇവിടെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മളോട് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ മുറുകെ പറ്റുന്ന പാപത്തെ വിട്ടുകളയേണ്ടത്? ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ, ഓട്ടം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ വിട്ടാലേ പറ്റുള്ളൂ. ഓട്ടം പൂർത്തിയാക്കാനായിട്ടാണ് നമ്മുടെയും ആഗ്രഹം. നമുക്കും ജീവിതത്തിന്റെ അവസാനത്തിൽ പൗലോസിനെ പോലെ പറയണം, ഞാൻ ഓട്ടം തികച്ചു. സഹോദര സഹോദരി, നിനക്കത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴെന്ത് വേണം? ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്നുണ്ടെങ്കിൽ മുറുകെ പറ്റുന്ന ഈ പാപം അതേതാണെന്ന് കണ്ടെത്തണം. കണ്ടെത്തി അതിനെ ഉപേക്ഷിക്കണം, അതിനെ വിട്ടുകളയണം. ഇതാണ് ഈ ഭാഗം നമുക്ക് തരുന്ന നിർദ്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ പാപങ്ങൾ, നമ്മളെ മുറുകെ പറ്റുന്ന പാപങ്ങള് സത്യത്തിൽ പലപ്പോഴും അതിൻ്റെ തുടക്കം നമ്മുടെ മനസ്സിലായിരിക്കും, ഒരു ചിന്തയായിട്ടായിരിക്കും ഈ പാപം വരുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് ആ ചിന്തയെ അവിടെ വെച്ച് തന്നെ, ഇത് ദൈവവചനം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, ദൈവവചനം അനുവദിക്കുന്ന ഒരു കാര്യമല്ല, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ ഈ ചിന്തയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഈ ചിന്തയെ ഞാൻ താലോലിക്കാൻ പാടില്ല, ഞാൻ ഇതിനെ വിട്ടുകളയണം എന്ന്
മനസ്സിൽ ആ ചിന്ത വരുമ്പോൾ തന്നെ അതിനെ ഉപേക്ഷിക്കാൻ കഴിയാതെ പോയാൽ അതെന്തോ പറ്റും? അത് പതുക്കെ നമ്മുടെ മനസ്സിൽ പിടിയുറപ്പിക്കും. കൂടെ കൂടെ മനസ്സിൽ വരും. ആ മനസ്സിൽ വരുമ്പോൾ നമ്മൾ അതിനെ താലോലിച്ചാൽ, അതിനെ പിന്നെയും പിന്നെയും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് ക്രമേണ നമ്മുടെ ചിന്തയെ കീഴടക്കും, മനസ്സിനെ കീഴടക്കും. പിന്നെ ആ പാപം നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും വെളിപ്പെടുകയും ചെയ്യും. അപ്പൊ കണ്ടോ, ഒരു മുറുകെ പറ്റുന്ന പാപത്തിന്റെ തുടക്കം എവിടെയാണ്? തുടക്കം മനസ്സിലാ വരുന്നത്. അവിടെ തന്നെ നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കി അവിടെ തന്നെ ഇതിനോട് ശക്തമായ ഒരു നിലപാട് എടുക്കണം. അതിനു പകരം നമ്മൾ അതിനെ സാരമില്ല എന്ന് കരുതരുത്. നമ്മൾ സദൃശവാക്യത്തിൽ നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ. സദൃശവാക്യം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. സദൃശവാക്യം 4:23. സകല ജാഗ്രതയോടും ഹൃദയത്തെ കാത്തുകൊള്ളുക, അതിൽ നിന്നാകുന്നു ജീവന്റെ ഉത്ഭവം എന്നാണ് സദൃശവാക്യകാരൻ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ തന്നെ സകല ജാഗ്രതയോടും കൂടെ നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. അല്ലാതെ ആ പാപചിന്തയ്ക്ക് നീ നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ അതെന്ത് ചെയ്യും? അതിനെ നീ പതുക്കെ മനസ്സിൽ താലോലിച്ചു തുടങ്ങും. അത് ക്രമേണ അങ്ങനെ വർദ്ധിച്ചു വന്ന് നിന്റെ ജീവിതത്തിൽ ഒരു പിടിമുറുക്കും. മനസ്സിൽ അത് പിടിമുറുക്കും. പിന്നീട് അത് തരം കിട്ടിയാൽ ഒരു പ്രവൃത്തിയായി വെളിപ്പെടും. ആ പ്രവൃത്തി പലവട്ടം ആവർത്തിക്കും. പിന്നീട് നമ്മൾ ഇരുന്ന് ദുഃഖിക്കേണ്ടി വരും. അയ്യോ, ഈ മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷയില്ലല്ലോ എന്ന് പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അതുണ്ടാകാതിരിക്കാൻ എന്താ വേണ്ടത്? നമ്മള് ഈ മനസ്സിൽ, ഹൃദയത്തിൽ വരുന്ന ആ പാപചിന്തകളെ നമ്മൾ നമ്മുടേതല്ല, അതിനോട് നോ എന്ന് പറഞ്ഞ് അതിനെ എന്റർടൈൻ ചെയ്യാതെ, അതിനെ ഹൃദയത്തിൽ താലോലിക്കാതെ സകല ജാഗ്രതയോടും നമ്മൾ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. സദൃശവാക്യം 23-ാമത്തെ വാക്യം, മറ്റൊരു വാക്യം 23-ാമത്തെ വാക്യം. മനസ്സിൽ ഈ കാര്യങ്ങൾ ചിന്തിച്ചാൽ എന്ത് പറ്റും? 23-ാമത്തെ വാക്യം പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ അവൻ ആയിത്തീരും. As a man thinketh in his heart, so is he. സദൃശവാക്യം പ്രോസ് 23:7, 23:7 നമ്മളോട് പറയും. അപ്പൊ നോക്കുക, ഹൃദയത്തിൽ ഈ കാര്യങ്ങളെ താലോലിക്കരുത്. തുടക്കം അവിടെയാണ്. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. നമ്മള് പഴയ നിയമത്തിൽ നിന്നാണല്ലോ സദൃശവാക്യം 4:23, 23:7 ഒക്കെ വായിച്ചത്. പലരും പറയുന്നത് പുതിയ നിയമത്തിൽ വാക്യമുണ്ടോ ബ്രദറെ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പഴയ നിയമത്തിലെ വാക്യം പലർക്കും താല്പര്യമില്ല. പുതിയ നിയമത്തിലുണ്ടോ? പുതിയ നിയമത്തിലുണ്ട്. 2 കൊരിന്ത്യർ 10:5 വാക്യം. 2 കൊരിന്ത്യർ 10:5 വാക്യം. അവിടെ ഹൃദയത്തില് ചിന്തകൾ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് സമയ ചുരുക്കം മൂലം ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കുന്നില്ല. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അതെന്താ പറയുന്നത്? അവിടെ പറയുന്നത്, നമ്മളുടെ ഹൃദയത്തില് സങ്കല്പങ്ങളും ദൈവത്തിന്റെ വിരോധത്തിന്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ചിന്തകളുടെ ഉയർച്ചകളും ഒക്കെ വരാം. പക്ഷെ അവയെ എന്തോ വേണം? അവയെ ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം എന്നാണ് അവിടെ പറയുന്നത്. കണ്ടോ? അല്ലാതെ അതിനെ താലോലിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഈ നിലയിലുള്ള തെറ്റായ ചിന്തകളുടെ ഉയർച്ചകളെ നമ്മൾ പിടിച്ചടക്കണം. അതിനെ ക്യാപ്റ്റീവ് ആക്കണം. അതിനെ എന്ത് ചെയ്യണം? അതിനെ അടിമയാക്കണം. അതിനെ അറസ്റ്റ് ചെയ്യണം. അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ തെറ്റായ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ആ ചിന്തയോട് പറയണം, ചിന്ത, ഞാൻ നിന്നെ വെറുതെ വിടുന്നില്ല, ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്ത് പുറത്താക്കുന്നു. നോക്കുക, 2 കൊരിന്ത്യർ 10:5 അതാ പറയുന്നത്. റോമർ 12:2 നമുക്ക് പരിചയമുള്ള വാക്യമാണ്. എന്താ? ദൈവത്തിന്റെ
ഈ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിനെ നമ്മൾ അലയാൻ വിടരുത്, പാപചിന്തകൾക്ക് വിടരുത്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കേയില്ല ചിന്തകൾ വരുന്നത്. പക്ഷേ ആ ചിന്തകള് പാപമാണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അറസ്റ്റ് ചെയ്യണം, പുറത്താക്കി കളയണം, അതിനോട് നോ എന്ന് പറയണം, അതിനെ എന്റർടൈൻ ചെയ്യരുത്. ഇതിനെല്ലാം എതിരെ നമ്മൾ എന്ത് വേണം? നമ്മൾ ആ നിലയില് സകല ജാഗ്രതയോടും നമ്മുടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. ഈ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ അഥവാ ഇങ്ങനെ ഒരു ചിന്തയെ മനസ്സിൽ താലോലിച്ചു പോയാൽ എന്ത് വേണം? നമ്മൾ പറഞ്ഞത് എന്താ? ഞാൻ വീണ്ടും വളരെ വേഗത്തിൽ പറയുക. എന്താ? നമ്മൾ ഈ നിലയിലുള്ള മനസ്സിലൂടെയാണ് അത് പ്രവൃത്തിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് മനസ്സിൽ ആദ്യം വരുമ്പോൾ തന്നെ അതിനോട് നോ എന്ന് പറയണം. നോ എന്ന് പറയാൻ ഒക്കാതെ നമ്മൾ അതിനെ താലോലിച്ചു പോയി, അങ്ങനെ സംഭവിച്ചു പോയി, ഹൃദയത്തിൽ നമ്മൾ പേർത്തും അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഹൃദയത്തിൽ അങ്ങനെ ആ പാപത്തിന് അടിമപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് വേണം? അതിനെക്കുറിച്ച് ബോധ്യം കിട്ടുമ്പം എന്താ വേണ്ടത്? നമ്മൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കണം, അതിനെക്കുറിച്ച് ഏറ്റുപറയണം. ദൈവസന്നിധിയിൽ അതൊരു പാപമായിട്ട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നോക്കുക, ഈ ചിന്തകളെന്ന് പറയുന്നത് നമ്മുടെ വാതുക്കൽ വന്ന് മുട്ടുന്ന അതിഥികളെ പോലാണ്, അല്ലെങ്കിൽ ഭിക്ഷാടകരെ പോലാണ്. നമ്മൾ എന്ത് ചെയ്യരുത്? വാതിൽ തുറക്കരുത്. തുറന്നാൽ അവര് കുഴപ്പക്കാരാ, വാതിൽ തുറക്കരുത്. അഥവാ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാത്ത ഒരു നിമിഷത്തിൽ വാതിൽ തുറന്നു കൊടുത്ത് അവരകത്ത് കയറിയാലോ? എന്തോ വേണം? അതിനെക്കുറിച്ച് ബോധ്യം കിട്ടുന്ന ആദ്യ സമയത്ത് തന്നെ അവരെ പുറത്താക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. പശ്ചാത്തപിക്കുക, ഏറ്റുപറയുക, ദൈവത്തോട് ആ കാര്യം പറഞ്ഞ് ആ കാര്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അല്ലാതെ ഹൃദയത്തിൽ പല നാളുകളിൽ ആ മനസ്സിൽ അതിനെ കൊണ്ട് നടക്കരുത്. നമ്മൾ ഈ കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലൊരു ചിന്തയായിട്ട് വന്നു, പിന്നീട് അതൊരു മുറുകെ പറ്റുന്ന പാപമായിട്ട് തീർന്നു. ആളിന്റെ ചിന്തയിൽ മാത്രമല്ല, പ്രവർത്തനത്തിലും മനോഭാവത്തിലും ഒക്കെ അത് സ്വാധീനം ചെലുത്തി. ഒടുവിൽ ആ പാപം തന്നെ ആ ആളിനെ നശിപ്പിച്ചു കളഞ്ഞു. മുറുകെ പറ്റുന്ന പാപത്തിന്റെ ഒടുവിൽ പറഞ്ഞ ലക്ഷണം അതാണല്ലോ, ആ പാപം തന്നെ അവനെ നശിപ്പിക്കും. ഈ നിലയിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ നമുക്ക് ബൈബിളിൽ നിന്ന് പറയാൻ ഒക്കുമോ? നമ്മളിപ്പോ പറഞ്ഞതിന് ഉദാഹരണമായിട്ട്, അതായത് ആദ്യം ഒരു ചിന്തയായിട്ട് ഹൃദയത്തിൽ വന്നു, അതിനെ ഹൃദയത്തിൽ താലോലിച്ചതിന്റെ ഭാഗമായിട്ട് ആ ചിന്ത എന്ത് പറ്റി? കൂടുതൽ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചു, അത് കൂടുതൽ ശക്തമായി. അതിനെ തുടർന്ന് ആ ചിന്തയുടെ ഭാഗമായിട്ട് ചില തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ആ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായിട്ട് ആത്യന്തികമായിട്ട് തനിക്കുള്ള സ്ഥാനവും നഷ്ടപ്പെട്ട് തൻ്റെ ജീവനും നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു കഥാപാത്രത്തെ നമുക്ക് ബൈബിളിൽ നിന്ന് പറയാനോ ഒക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ മറുപടി പറയാനൊക്കും. അത് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ശൗലാണ്. നിങ്ങൾ 1 ശമൂവേൽ 18-ാം അധ്യായം എടുത്തു നോക്കുക. 1 ശമൂവേൽ 18-ാം അധ്യായം. 1 ശമൂവേൽ 18-ാം അധ്യായത്തില് ശൗൽ രാജാവ് ആ നിലയില് എന്താ? ഫെലിസ്ത്യ മല്ലനെ തോൽപ്പിച്ച് ഗോലിയാത്തിനെ ദാവീദിനെ കൊണ്ട് തോൽപ്പിക്കുന്ന രംഗമാണ് 1 ശമൂവേൽ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. എന്നാല് ശൗല് രാജാവ്, ഇസ്രായേൽ രാജാവ് ശൗല് തന്നെ പറഞ്ഞിട്ടാണ് ദാവീദ് എന്ത് ചെയ്തത്? ദാവീദ് അവനെ കൊന്നത്, ഈ ഫെലിസ്ത്യ മല്ലനെ കൊന്നത്. പക്ഷേ അതിന്റെ 7-ാം വാക്യം, 18-ന്റെ 7-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ഉടനെ അവിടെ സ്ത്രീകള് ഒരു ഗാനപ്രതിഗാനമായിട്ട് ഒരു പാട്ട് പാടി. ആ പാട്ടിലൂടെയാണ് ശൗലിന്റെ മനസ്സിൽ ആദ്യം ഒരു ചിന്ത വരുന്നത്. എന്താ അവര് പാടിയ പാട്ട്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. തൊട്ടടുത്ത വാക്യം നോക്കുക. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു, ഈ വാക്ക് അവൻ അനിഷ്ടമായി. അവന്റെ ഹൃദയത്തിൽ
ഒരു തെറ്റായ ചിന്ത കടക്കുക. എന്താ തെറ്റായ ചിന്ത? ഈ ദാവീദ് എനിക്ക് ഒരു എതിരാളിയായി മാറും. ആ സ്ത്രീകള്, ഇസ്രായേലിലെ സ്ത്രീകള് എനിക്ക് 1000 തന്നുള്ളൂ, ദാവീദിന് 10,000 കൊടുത്തു എന്ന് പറഞ്ഞ് നോക്കുക. ആദ്യം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ശൗൽ കോപിച്ചു. രണ്ടാമത് അവനെ കുറിച്ച് പറയുന്നത് അത് അവൻ അനിഷ്ടമായി. കണ്ടോ, ഒരു ചെറിയ വാക്ക് അത് കോപമായിട്ട് മനസ്സിൽ വന്നു, അതിനെ താലോലിച്ചപ്പോൾ അത് അനിഷ്ടമായി. 9-ാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നു, ദാവീദിനോടുള്ള കണ്ണുകടിയായി, അസൂയയായി അത് വളരുന്നു. ണ്ടോ, ആദ്യം ഒരു വാക്കാ വന്നത്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇത്രയേ ഉള്ളൂ. പക്ഷെ ആദ്യം ആ വാക്ക് മനസ്സിൽ വന്നപ്പോ ആദ്യം ഒരു കോപമായിട്ടാ വന്നത്, ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതിനെ പിന്നെയും മനസ്സിൽ വെച്ച് താലോലിച്ചപ്പം അതെന്തായി തീർന്നു? ആ കോപം അവിടെ തന്നെ കാണുന്നു, അനിഷ്ടമായി മാറി. അടുത്ത വാക്യത്തിൽ അത് കണ്ണുകടിയായി മാറി. 12-ാമത്തെ വാക്യം കണ്ടോ? 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. കണ്ടോ, കണ്ണുകടി മാറി ഭയമായി മാറുന്നു. അതിന്റെ 29-ാമത്തെ വാക്യം കണ്ടോ? 18-ന്റെ 29-ാമത്തെ വാക്യം അത് വർദ്ധിച്ചു വരിക. ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. അപ്പോ 12-ാമത്തെ വാക്യത്തിൽ ഭയപ്പെട്ടു, 29-ാമത്തെ വാക്യത്തില് അധികം ഭയപ്പെട്ടു. എന്നിട്ട് കണ്ടോ, ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. പടിപടിയായിട്ട് ഒരു കൊച്ചു കാര്യം ശൗല് പോലെ ഒരു രാജാവിനെ കീഴ്പ്പെടുത്തുന്ന ഭാഗമാണ് ഈ 18-ാം അധ്യായത്തിൽ പല വാക്യങ്ങളിൽ കോറിയിട്ടിരിക്കുന്നത്. നിങ്ങളെ വീട്ടിൽ പോയി വായിക്കുക. 18-ന്റെ 7, 8 വാക്യങ്ങൾ. കോപിച്ചു, അനിഷ്ടമായി. 9-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ കണ്ണുകടിയായി. 12-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ ഭയപ്പാടായി. 29-ാമത്തെ വാക്യത്തിൽ വന്നപ്പം അധികം ഭയപ്പെട്ടു. അതിന്റെ ഒടുവിൽ വന്നപ്പം നിത്യശത്രുവായി തീർന്നു. പിന്നീട് തുടർന്നുള്ള ശൗലിന്റെ ജീവിതത്തിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ദാവീദിനെ എങ്ങനെയും കൊല്ലുക. ആ കാര്യത്തിനായിട്ട് അവൻ അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തി. ആ പോക്കിൽ അവൻ നഷ്ടമായി തീർന്നു. ആ രാജസ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടു. നമുക്ക് ആ കഥ അറിയാം. അപ്പൊ ശൗൽ രാജാവിനെ വീഴ്ത്തിയത് എന്താ? ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത. ആ ചിന്തയെ അവിടെ വെച്ച് തന്നെ, സ്ത്രീകള് പാടിയതാണ്, അതൊന്നും സാരമില്ല മോനെ ദാവീദേ, വാ, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ സന്തോഷത്തോടെ അരമനയിൽ സ്വീകരിച്ച് തൻ്റെ മകൻ യോനാഥാന്റെ കൂട്ടുകാരനായിട്ട് അരമനയിൽ തന്നെ ഒക്കെ വളർത്തിക്കൊണ്ടൊക്കെ വന്നിരുന്നെങ്കിൽ പ്രയോജനമാക്കി എടുക്കാമായിരുന്നു. പക്ഷേ കണ്ടോ, ഒരു തെറ്റായ ചിന്ത അതിനെ തുടക്കത്തിൽ തന്നെ കൈകാര്യം ചെയ്യാതെ അതിനെ എന്ത് ചെയ്തു? അതിനെ മുറുകെ പറ്റുന്ന ഒരു പാപമാക്കി മാറ്റി. ആ മുറുകെ പറ്റുന്ന പാപം ശൗലിനെ കൊന്നുകളഞ്ഞു. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെ കൊന്നുകളഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. വായിച്ച വാക്യം എന്താ? നമ്മള് എബ്രായർ 12-ന്റെ 1 നമ്മൾ വായിച്ചത്, മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുക. മുറുകെ പറ്റുന്ന പാപത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പാപങ്ങൾ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. സാധാരണ സംഭവിച്ചു പോകുന്നത്, മുറുകെ പറ്റുന്നത്. നമ്മളെ മുറുകെ പറ്റുന്ന പാപത്തിന്റെ 6 ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് ഈ മുറുകെ പറ്റുന്ന പാപം നമ്മുടെ മേൽ പിടിമുറുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. തുടക്കം മനസ്സിലൊരു ചിന്തയായിട്ടായിരിക്കും. ശൗലിന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു തീർത്തതേ ഉള്ളൂ. എന്നാൽ അത് അവനെ നശിപ്പിച്ചു. ഇതിനെതിരെ ജാഗ്രത പാലിക്കണം, ഹൃദയത്തെ കാക്കണം എന്ന് സദൃശ്യവാക്യത്തിൽ നമ്മൾ വായിച്ചു. അഥവാ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തയെ എന്താക്കണം? അറസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ 2 കൊരിന്ത്യർ 10-ന്റെ 5 വായിച്ചു. നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് റോമർ 12-ന്റെ 2 വായിച്ചു. വാതിലിൽ അഥവാ ഇത് മുട്ടുമ്പോൾ നമ്മൾ നോ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുകയാണ് വേണ്ടത്. എന്നാൽ അകത്ത് കടന്ന്, ഇന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം?
അകത്ത് കടന്ന് ഈ പാപത്തെ പുറത്താക്കി നമ്മൾ എന്ത് വേണം? നമ്മൾ പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ അതിനെ വിട്ട് കളയണം. ഇതാണ് മുറുകെ പറ്റുന്ന പാപത്തെക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വാക്യത്തിലേക്ക് മടങ്ങി വരിക. ആ വാക്യത്തിൽ മുറുകെ പറ്റുന്ന പാപം മാത്രമല്ലല്ലോ വിട്ടുകളയാൻ പറഞ്ഞേക്കുന്നത്. വേറെ എന്താ വിട്ടുകളയാൻ പറഞ്ഞേക്കുന്നത്? സകല ഭാരവും വിട്ടുകളയാൻ പറഞ്ഞിട്ടുണ്ട്. സകല ഭാരവും. എന്താ ഈ ഭാരമെന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഭാരമെന്ന് പറഞ്ഞാൽ? ഭാരമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പാപമല്ല. പക്ഷേ ഭാരമെന്ന് പറഞ്ഞാൽ ഓട്ടക്കളത്തിൽ നമ്മുടെ സ്പീഡ് കുറയ്ക്കുന്ന ഈ ലോകത്തോടുള്ള നമ്മുടെ ചില താല്പര്യങ്ങളാണ്. അതിൽ തന്നെ പാപം ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ അത് പലതും നമ്മുടെ സ്പീഡ് കുറയ്ക്കും. നമുക്ക് ഭാരമായിരിക്കും. നമുക്ക് വേഗത്തിൽ ഓടാൻ നമ്മളെ തടസ്സപ്പെടുത്തും. അത് ഭാരം. ആ ഭാരവും നമ്മൾ എന്തോ വേണം? മുറുകെ പറ്റുന്ന പാപം പോലെ വിട്ടുകളയണം. എന്താ ഈ ഭാരം എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് വേഗത്തിൽ ഇങ്ങനെ പറയാം, നമ്മുടെ ഈ ക്രിസ്തീയ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്ന പാപകരമല്ലാത്ത ഈ ലോകത്തോട് ബന്ധപ്പെട്ട പല നമ്മുടെ പറ്റുമാനങ്ങളാണ് ഭാരങ്ങൾ. ഈ ഓട്ടം ഓടാൻ നമ്മളെ പോസിറ്റീവായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളല്ലാത്തത് എല്ലാം അത് പാപകരമല്ലെങ്കിൽ കൂടെ അത് ഭാരമായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ക്രിസ്തീയ ലോകത്ത് നമ്മൾ നേരത്തെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ കേരളക്കരയിലൊക്കെ നേരത്തെ ഈ ക്രിസ്തീയ സത്യങ്ങളൊക്കെ 1-2 തലമുറ മുമ്പ് വന്നപ്പോൾ അന്നത്തെ ആളുകൾ എല്ലാത്തിനോടും ഒരു വേർപാട് പാലിക്കുമായിരുന്നു. അവരവരുടെ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതം, പിന്നെ അത്യാവശ്യത്തിന് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴില്, ഇങ്ങനെ അതിനെ വളരെ ലഘൂകരിച്ച് അതിനെ ആ നിലയിൽ പരിമിതപ്പെടുത്തി അവര് ഒരു ജീവിത രീതി പുലർത്തിയിരുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് അവർ പോവുകയില്ല. ഉദാഹരണത്തിന് നാട്ടിലെ രാഷ്ട്രീയം, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം തെറ്റാണോ? രാഷ്ട്രീയം നല്ല കാര്യമല്ലേ? അല്ലെങ്കിൽ പാപകരമല്ലാത്ത കാര്യമല്ലേ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ കിണറ്റിലെ തവള പോലെ ജീവിച്ചാൽ മതിയോ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? പ്രിയപ്പെട്ടവര്, നിങ്ങളെ പലരെക്കാളും ഈ കാര്യങ്ങള് ഞാൻ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഞാനൊരു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയം, പല കാര്യങ്ങളും ഞാൻ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മളത് പാപകരമല്ലെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇടപെട്ടാൽ ഫലത്തിൽ എന്തോ പറ്റും? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വേഗത, ഈ ബന്ധങ്ങൾ കുറച്ച് കളയും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഭാരം എന്ന് പറയും. ഈ ഓട്ടക്കളത്തെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം എഴുതിയിട്ടുള്ളത്. അപ്പം ഗ്രീക്കില് മുമ്പിലുള്ള ഓട്ടം ഓടുക, ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടുക എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടിലെ ഗ്രീക്കിലെ ഒക്കെ ഉണ്ടായിരുന്ന മാരത്തോൺ ഉൾപ്പെടെയുള്ള ഓട്ടത്തിൽ ഓടുന്ന ആളുകൾ എന്തായിരുന്നു? അവരെക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അവര് വളരെ വളരെ ലളിതമായ എന്തെങ്കിലും ഒരു ചെറിയ വസ്ത്രമേ ധരിക്കുകയുള്ളായിരുന്നു. ചിലര് നഗ്നരായിട്ട് പോലും ഓടുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഈ ഓട്ടത്തിൽ ഓടുമ്പോൾ കാറ്റ് പിടിക്കുമ്പോൾ വലിയ സെറ്റർ പോലുള്ള വലിയ ഡ്രസ്സൊക്കെ ഇട്ടോട്ട് ഓടാൻ പോയാൽ എന്തോ പറ്റും? ഈ ഓട്ടത്തിന്റെ വേഗതയില് ഈ കാറ്റ് പിടിച്ച് ഈ വേഗത കുറയ്ക്കും. അതുകൊണ്ട് ഈ 1-ാം നൂറ്റാണ്ടിലെ ഗ്രീക്കിലെ ഓട്ടക്കാര് പലരും വളരെ വളരെ ലളിതമായ, വളരെ ചെറിയ ഒരു വസ്ത്രമേ ധരിക്കുകയുള്ളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ സ്പീഡിനെ കുറയ്ക്കുന്ന ഏതെങ്കിലും ഒക്കെ തെറ്റല്ല, പാപമല്ല, പാപകരമായിരിക്കുകയില്ല. പക്ഷേ ചില ബന്ധങ്ങൾ,
ചില ബന്ധങ്ങൾ, ചില ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ വരിക, രാഷ്ട്രീയ ബന്ധങ്ങള്, കുടുംബയോഗം, അതിൽ പോയി അതിൽ നമ്മളെ പിടിച്ചിടുന്നു, അല്ലെങ്കിൽ സാമൂഹ്യമായ ചില കാര്യങ്ങൾ. ഇതൊക്കെ അതിൽ തന്നെ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിനൊക്കെ പോയി 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 എന്ത് പറ്റും? പോയി പോയി വന്ന് നമ്മുടെ സ്പീഡ് ചിലപ്പം കുറഞ്ഞു പോകും. നമ്മള് ഈ വസ്ത്രത്തേൽ, ഈ കാര്യങ്ങളിൽ കാറ്റ് പിടിക്കും. ഇത് ഭാരമായിട്ട് വരാം, ഇത് ഭാരമായിട്ട് വരാം. എനിക്ക് വളരെ അറിയാവുന്ന ഒരു ദൈവദാസന്റെ കാര്യം ഞാൻ വേഗത്തിൽ പറയാം. അദ്ദേഹം ഒരു വലിയൊരു സ്ഥാപനത്തിൽ ഒരു വലിയ ജോലി ചെയ്തു. ഏകദേശം 40 വർഷം ജോലി ചെയ്തു. പക്ഷെ ആ സ്ഥാപനത്തിൽ എന്തുണ്ട്? ആ സ്ഥാപനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗദർ ഉണ്ട്. സ്ഥാപനത്തിന്റെ ഗെറ്റ് ടുഗദർ. അന്ന് കൂടി എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞ്, ചിരിച്ച്, കളിയൊക്കെ പറഞ്ഞ്, ഒരു സിനിമയൊക്കെ കണ്ട് എല്ലാവരും കൂടെ ആഹ്ലാദിച്ച്, മദ്യപിക്കുന്നവർ മദ്യപിക്കും. ഈ സഹോദരൻ 40 വർഷം ജോലി ഉണ്ടായിട്ട് ഒരിക്കൽ പോലും ഈ ഒരു ഗെറ്റ് ടുഗദറിന് പോയിട്ടില്ല. അപ്പൊ കൂടെ ഉള്ളവർ ചോദിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒന്നും വരരുതോ? നിങ്ങൾ കുടിക്കുമൊന്നും വേണ്ട സുഹൃത്തെ, നിങ്ങൾ കുടിക്കണ്ട. ഞങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങൾ പച്ചവെള്ളം കുടിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളോട് വർത്തമാനം പറയണ്ടേ? നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരല്ലേ? ശരിയല്ലേ? പക്ഷെ ഈ സഹോദരൻ പറഞ്ഞത് എന്താ? തൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ഗെറ്റ് ടുഗദറിന് പോയിട്ടില്ല. കാര്യം എന്താ? ചുമ്മാ ഒരു ദിവസം പോവും, വെറുതെ വർത്തമാനം പറഞ്ഞ് അവരെല്ലാം കൂടെ കള്ളും കുടിച്ച് ആ കൂട്ടത്തിൽ നമ്മളും നടന്ന് നോക്കുക. സകല ഭാരവും അതിൽ തന്നെ തെറ്റായിരിക്കേയില്ല ചില ബന്ധങ്ങൾ. പക്ഷെ അതെന്ത് ചെയ്യും? നമ്മുടെ സ്പീഡ് കുറയ്ക്കുമെങ്കിൽ സകല ഭാരവും അതിനെ വിട്ടുകളയുക, നീക്കിക്കളയുക എന്ന് നമ്മൾ കാണണം. നമ്മള് ഈ ജീവിതത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്ന് പറയുന്ന, പാപകരമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഭാരമുണ്ടാക്കുന്ന കാര്യങ്ങൾ വിട്ടുകളയണം എന്ന് പറയുന്ന എത്രയോ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എബ്രായർ 11:6 എന്ന് പറയുന്നത് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും എന്നാണ് നമുക്കറിയാവുന്ന വാക്യം. എബ്രായർ 11:6. തന്നെ അന്വേഷിക്കുന്നവർക്ക്. മലയാളത്തിൽ അങ്ങനെയാണ്, പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങനെയാ? ദോസ് ഹു ഡിലിജന്റ്ലി സീക്കിംഗ് ഹിം. ദോസ് ഹു ഡിലിജന്റ്ലി സീക്കിംഗ്. ഡിലിജന്റായിട്ട് അവനെ അന്വേഷിക്കുക. അതാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് മറ്റേ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് പോകാൻ സമയമില്ല. അതൊക്കെ ഭാരപ്പെടുത്തുന്നത്, അതൊക്കെ വിട്ടുകളയുകയാണ് നല്ലത്. മുറുകെ പറ്റുന്ന പാപം മാത്രമല്ല, സകല ഭാരവും വിട്ടുകളയണം. പ്രിയപ്പെട്ടവരെ, അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മളെ മുറുകെ പറ്റുന്ന പാപം വിടണം, അതുപോലെ തന്നെ സകല ഭാരവും വിടണം. ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ 12-ാം അധ്യായം എബ്രായർ 12-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് പറഞ്ഞു. ഇത് വിട്ടില്ലെങ്കിൽ എന്തോ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, ഓട്ടം വേണ്ടതുപോലെ ഓടി പൂർത്തിയാക്കാൻ ഒക്കാതെ പോകും. മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കും. നമുക്ക് ഓട്ടം പൂർത്തിയാക്കാൻ ഒക്കാതെ പോകും. ഭാരങ്ങള് നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തും. നമ്മളെ 1 കൊരിന്ത്യർ 9:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ഓടേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഞാൻ സമയം ചുരുക്കം മൂലം അതെടുത്ത് വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ നിങ്ങൾ നോട്ട് ചെയ്യുക, പിന്നീട് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 9:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് പറയുന്നു, പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അപ്പൊ ഓടുന്നവരെല്ലാം പ്രാപിക്കുകയില്ല. പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓട്ടക്കളത്തിൽ വന്നു, അതുകൊണ്ട് എങ്ങനെയും പൂർത്തിയാകും എന്ന് വിചാരിക്കരുത്. ഓട്ടം പൂർത്തിയാക്കേണ്ട ചുമതല നമുക്കുണ്ട്. പൂർത്തിയാക്കാൻ എന്തോ വേണം? വിടേണ്ടത് വിടണം. മുറുകെ പറ്റുന്ന പാപത്തെ വിടണം, സകല ഭാരവും വിടണം. പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഓടണം എന്നാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമ്മൾ ചെയ്യണം. ഈ നിലയിൽ വിട്ടുകളയേണ്ട, മുറുകെ പറ്റുന്ന പാപവും ഭാരവും
ഒക്കെ വിട്ടുകളയണം എന്ന് പറഞ്ഞല്ലോ. വിട്ടുകളയണമെന്ന് പറയുമ്പോ ആ വാക്ക് എന്താ? വളരെ ഗൗരവമുള്ള ഒരു വാക്കാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ എടുത്തെറിയുക എന്നാണ് ഗ്രീക്കിൽ ആ വാക്കിന്റെ അർത്ഥം. ഉപേക്ഷിക്കുക. ബൈബിളിൽ ഇതേ വാക്യം മറ്റു പലയിടത്തുണ്ട്. ഞാൻ വളരെ വേദഭാഗങ്ങൾ മാത്രം, റെഫറൻസ് മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഇതേ വാക്ക് വിട്ട് എന്ന് പറയുന്നത്, മുറുകെ പറ്റുന്ന പാപം, ഭാരം എന്നിവ വിട്ട് എന്ന് പറയുന്ന ആ വിട്ടെന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് തന്നെ ആവർത്തിക്കുന്ന മറ്റ് ചില സ്ഥലങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇത് വിടേണ്ടത് എത്രത്തോളം ആവശ്യമാണെന്ന് ആ ഭാഗങ്ങൾ തന്നെ നമ്മളോട് പറയും. ഒന്നാമത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. യാക്കോബ് 1:21. അവിടെ വിട്ട് എന്ന അതേ വാക്ക് തന്നെ കാണാം. അവിടെ എന്തോ വിടണമെന്നാ പറയുന്നത്? അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്. യാക്കോബ് 1:21. അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്. 1 പത്രോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെയും ഇതേ വാക്ക് നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്തൊക്കെയാ വിടേണ്ടത്? ചതിവ്, വ്യാജഭാവം, അസൂയ തുടങ്ങിയ ഒരു ലിസ്റ്റ് പറഞ്ഞേച്ച് അവയെ വിടുക. വിടുക എന്നല്ല അവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്ക്, നീക്കിക്കളഞ്ഞ് എന്നാണ്. അപ്പൊ നീക്കിക്കളയുക, വിടുക. എഫേസ്യർ 4:22-ാമത്തെ വാക്യം നോക്കുക. അവിടെയും ഇതേ വാക്ക് കാണാം. എഫേസ്യർ 4:22 വിടുക, നീക്കിക്കളയുക, ഉപേക്ഷിക്കുക. അവിടെ ഉപേക്ഷിക്കുക എന്നുള്ള വാക്കാണ്. 4:22. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, പഴയ മനുഷ്യനെ ഡിവോഴ്സ് ചെയ്ത്, ചില വിവാഹങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന പോലെ പഴയ മനുഷ്യനുമായിട്ട് നമുക്കൊരു വിവാഹ ബന്ധമുണ്ടോ? ഡിവോഴ്സ്. നേരത്തെ നമ്മൾ അറസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ മറ്റൊരു കാര്യം, ഉപേക്ഷിക്കുക. അതുപോലെ എഫേസ്യർ 4:25 അവിടെ എന്തോ പറയുന്നു? അവിടെയും ഉപേക്ഷിച്ച്. അവിടെ എന്തോ ഉപേക്ഷിക്കാനാ പറഞ്ഞേക്കുന്നത്? പോഷ്ക് ഉപേക്ഷിച്ച്. അതുപോലെ കൊലോസ്യർ 3:8. കൊലോസ്യർ 3:8 അവിടെ ഒരു നീണ്ട ലിസ്റ്റ് പറഞ്ഞിട്ട് വിട്ടുകളവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വിട്ടുകളവീൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വിട്ട് എന്നുള്ള നേരത്തെ നമ്മൾ കണ്ട എബ്രായർ 12:1 കണ്ട അതേ വാക്ക് തന്നെയാണ്. എന്തൊക്കെ വിട്ടുകളയാൻ അവിടെ പറഞ്ഞേക്കുന്നത്? കൊലോസ്യർ 3:8 ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കോപം, ക്രോധം, ഈർഷ്യ, ഇതൊക്കെ വിട്ടുകളവീൻ. ഒടുവിലായിട്ട് റോമർ 13:12-ാമത്തെ വാക്യം കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റോമർ 13:12-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ്. അപ്പൊ വിടുക എന്നതിന് തുല്യമായി പുതിയ നിയമത്തിൽ തന്നെ ഉള്ള പല വാക്കുകളാണ്, ഒരു 6ഓളം വാക്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. യാക്കോബ് 1:21 പറയുന്നു, അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്. 1 പത്രോസ് 2:1 പറയുന്നു, ചതിവ്, വ്യാജഭാവം, അസൂയ എന്നിവ നീക്കിക്കളഞ്ഞ്. എഫേസ്യർ 4:22 പറയുന്നു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. എഫേസ്യർ 4:25 പറയുന്നു, പോഷ്ക് ഉപേക്ഷിച്ച്. കൊലോസ്യർ 3:8 പറയുന്നു, കോപം, ക്രോധം, ഈർഷ്യ ഇതൊക്കെ വിട്ടുകളവീൻ എന്ന് പറയും. റോമർ 13:12 പറയുന്നു, ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ്. ഇനിയും പല വാക്യങ്ങളുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ ചില റെഫറൻസുകൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിട്ടുകളയേണ്ടത് ഇതൊക്കെയാണ് പാപകരമായ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഭാരകരമായ കാര്യങ്ങൾ. മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിടുക എന്ന് പറയുന്ന ഇവിടെ കണ്ടോ, ഈ വാക്യങ്ങളിലെല്ലാം നിങ്ങള് ദൈവം വിടാൻ സഹായിക്കുമെന്നല്ല പറയുന്നത്. ദൈവം ചില കാര്യങ്ങൾ ചെയ്യും, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തോ വേണം? നമ്മൾ ചെയ്യണം. ഇവിടെ ഇതാ യാക്കോബ് 1:21 മുതൽ റോമർ 13:12 വരെ പറഞ്ഞിടത്തെല്ലാം അതൊക്കെ ആര് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ. ദൈവം ഉപേക്ഷിക്കാൻ ഇടയാക്കും, ദൈവം വിട്ടുകളയാൻ വേണ്ട സഹായം ചെയ്യും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ഉപേക്ഷിക്കാൻ നമുക്ക് തുണ നിൽക്കും എന്നൊന്നുമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. നമ്മൾ ഹോൾ ഹാർട്ടഡ് ആണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. ഇതൊക്കെ
ശരിയാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യമായിട്ടാണ് ഇവിടെ എബ്രായർ 12:1 പറയുന്നത്. എന്താ പറയുന്നത്? നമ്മള് വിട്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളക എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമായിട്ടാണ്. ഡിലിജന്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മളപ്പോ ഇത്രയും നേരം എന്താ പറഞ്ഞത്? ഇത്രയും നേരം പറഞ്ഞത് മുറുകെ പറ്റുന്ന പാപം വിടുന്ന കാര്യം പറഞ്ഞു. പാപകരമായിട്ട് അത്രത്തോളം തോന്നാത്ത, എന്നാൽ നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്ന സകല ഭാരവും വിട്ടുകളയണമെന്ന് പറഞ്ഞു. ലോകമനുഷ്യർക്ക് ആ ഭാരങ്ങളൊക്കെ കൊണ്ട് നടക്കായിരിക്കും. പക്ഷെ നമ്മള് മറ്റൊരാളാ. ഞാൻ ആ ദേവദാസനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റൊരാളാ. ഞാൻ ഒന്നാമതൊരു ക്രിസ്ത്യാനിയൻ, രണ്ടാമതാണ് ഈ ഓഫീസിലെ ഒരു മെമ്പർ. അതുകൊണ്ട് ഞാൻ ഈ ഓഫീസിലെ ഗെറ്റ് ടുഗദറിനൊന്നും വരികയില്ല. ഞാൻ ഒന്നാമതൊരു ക്രിസ്ത്യാനിയ. അതിനാണ് ഞാൻ എന്നെ തന്നെ ആ നിലയിൽ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ കുടിക്കും, അന്നേരം ഞാൻ വന്ന് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് അതിന് കളയാൻ സമയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒന്നാമതൊരു ക്രിസ്ത്യാനിയാണ്. അങ്ങനെ മുറുകെ പറ്റുന്ന പാപം മാത്രമല്ല, സകല ഭാരവും വിട്ടുകളയുവാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ നമ്മൾ പറഞ്ഞത് മുറുകെ പറ്റുന്ന പാപം, സകല ഭാരം വിടുക. ഇത്രയും വാക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു കാര്യം കൂടെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. നമ്മൾ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു വാക്കൂടെ, സ്ഥിരത. അപ്പൊ നമ്മൾ പറഞ്ഞു, മുറുകെ പറ്റുന്ന പാപത്തെക്കുറിച്ച് പറഞ്ഞു, സകല ഭാരത്തെക്കുറിച്ച് പറഞ്ഞു, വിട്ടുകളക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഒടുവിലായിട്ട് ഇപ്പൊ പറയുന്ന വാക്കേതാ? സ്ഥിരത. സ്ഥിരതയോടെ. പ്രിയപ്പെട്ടവര്, കുറച്ച് നാളിങ്ങനെ നമ്മൾ വിട്ടുകളഞ്ഞാൽ പോരാ, നമ്മൾ ഉപേക്ഷിച്ചാൽ പോരാ. നമ്മൾ എന്ത് വേണം? ജീവിതകാലം ഉടനീളം ഈ കാര്യത്തിൽ ഒരു സ്ഥിരത ഉണ്ടാവണം. സ്ഥിരത. പുതിയ നിയമത്തിലെ ഒരു വാക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വ്യത്യസ്തമായി 3 തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ഥിരത എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സഹിഷ്ണുത എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, സ്ഥിരോത്സാഹം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഈ വാക്ക് പേഴ്സിവറൻസ്, എൻഡ്യൂറൻസ്, അതുപോലെ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് 3 വാക്കുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? പേഴ്സിവറൻസ് പറഞ്ഞിട്ടുണ്ട്, എൻഡ്യൂറൻസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും വ്യത്യസ്തമായ വാക്കുകളുണ്ട്. സ്ഥിരത, സഹിഷ്ണുത, സ്ഥിരോത്സാഹം എന്നൊക്കെ ഒത്തിരി വാക്കുകൾ, വ്യത്യസ്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗ്രീക്കില് ഈ 3 കാര്യത്തിനൂടെ, അല്ലെങ്കിൽ പുതിയ നിയമം എഴുതിയ മൂലഭാഷയായ ഗ്രീക്കിൽ ഈ 3 കാര്യത്തിനൂടെ, സ്ഥിരതയ്ക്കും സഹിഷ്ണുതയ്ക്കും സ്ഥിരോത്സാഹത്തിനും എല്ലാം കൂടെ ഒരൊറ്റ വാക്കേ ഉള്ളൂ. ആ വാക്ക് എന്താ? സ്ഥിരതയെന്ന് പറയുന്ന ഇവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്കാണത്രേ. എബ്രായർ 12:1 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോട് ചേർത്ത് ഇപ്പോഴത്തെ നമ്മുടെ ട്രാൻസ്ലേഷൻ വെച്ച് എന്തൊക്കെ പറയാം? നിങ്ങൾ സ്ഥിരതയോടെ ഓടുക, നിങ്ങൾ സഹിഷ്ണുതയോടെ ഓടുക, സ്ഥിരോത്സാഹത്തോടെ ഓടുക, വിട്ടുകളയാതെ ഓടുക, ക്ഷമയോടെ ഓടുക. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. എല്ലാം ഒരേ അർത്ഥത്തിലാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. നമുക്ക് പെട്ടെന്ന് ഈ കാര്യം ഓർക്കാനായിട്ട് പല ആളുകളെ കുറിച്ച്, ബൈബിളിലെ പല കഥാപാത്രങ്ങളെ കുറിച്ച് വേണമെങ്കിൽ ചിന്തിക്കാം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് 2 ചെറുപ്പക്കാരുടെ പേരുകളാണ്. ഒന്ന് ദാനിയേൽ, 2 ജോസഫ്. ദാനിയേൽ എങ്ങനെയായിരുന്നു? ദാനിയേല് തനിക്ക് ഒരു ഓട്ടം സ്ഥിരതയോടെ ഓടി പൂർത്തിയാക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. താന് ബാബേൽ പ്രവാസത്തിൽ പോയിരിക്കുകയായിരുന്നു. നെബൂഖദ്നേസർ, ദാര്യാവേശ് എന്നൊക്കെയുള്ള പല രാജാക്കന്മാർ, അവരൊക്കെ പലതരക്കാരായിരുന്നു. ദാര്യാവേശ് സുഖക്കുഴിയിൽ ദാനിയേലിനെ ഇട്ടു. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്തു? തുടക്കം മുതൽ ഒടുക്കം വരെ, ഒടുവ് വരെ ദാനിയേലിനെ കണ്ടാൽ
അവൻ സ്ഥിരതയോടെ ഈ ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നു, അല്ലെങ്കിൽ പേഴ്സിവറൻസോടെ നിന്നു, എൻഡ്യൂറൻസോടെ നിന്നു, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്സോടെ നിന്നു. താന് സഹിഷ്ണുതയോടെ നിന്നു, സ്ഥിരോത്സാഹത്തോടെ നിന്നു, സ്ഥിരതയോടെ നിന്നു. ദാനിയേലിന്റെ ജീവിതത്തിൽ എന്ത് പറയാനില്ല? എവിടെയെങ്കിലും കുറച്ചു നാൾ നല്ലപോലെ നിന്നു. അത് കഴിഞ്ഞ് തനിക്ക് അംഗീകാരമൊക്കെ ആയപ്പം, തനിക്ക് ബഹുമാനമൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ അവന് പഴയതൊക്കെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കഥാപാത്രമല്ല ആര്? ദാനിയേൽ. ശൗലിനെ പോലല്ല. ശൗലിന്റെ തുടക്കം നല്ലതായിരുന്നു, പക്ഷേ നമ്മൾ മുമ്പേ കണ്ടു ശൗൽ എന്തോ ചെയ്തു? ഒരു കൊച്ചു വാക്ക് ഹൃദയത്തിൽ താലോലിച്ചു. അത് കോപമായിട്ട്, കണ്ണുകടിയായിട്ടും, ഭയമായിട്ടും ഒക്കെ മാറി അത് അവനെ നശിപ്പിച്ചു കളഞ്ഞു. തുടക്കം എത്ര നല്ല തുടക്കം ശൗലിൻ്റെത്, പക്ഷെ ഒടുവിൽ കാണുന്നില്ല, സ്ഥിരതയോടെ നിന്നില്ല. അതേസമയം ദാനിയേല് നെബൂഖദ്നേസറിന്റെ കാലം മുതൽ, പിടിച്ചുകൊണ്ട് പോയ കാലം മുതൽ, നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുക. ആദ്യ അധ്യായം മുതൽ അവസാന അധ്യായം വരെ ദൈവത്തോട് ചേർന്ന് നിന്നു, സ്ഥിരതയോടെ നിന്നു, പേഴ്സിവറൻസോടെ നിന്നു, താനെ എൻഡ്യൂറൻസോടെ നിന്നു, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്സോടെ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഒരാളാണ് ജോസഫ്. ജോസഫിന് പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? തൻ്റെ ചേട്ടന്മാർ തന്നെ തനിക്കെതിരായി. ഇസ്മായിലിലെ കച്ചവടക്കാരെ ഏൽപ്പിച്ചു. അവർ കൊണ്ടുവന്ന് പൊത്തിഫേറിന് വിറ്റു. പൊത്തിഫേർ ഒടുവിൽ ജയിലിലാക്കി. ജയിലിൽ കിടന്നു. അവിടെ പാനപാത്രവാഹകനും ഒക്കെ മറന്നു കളഞ്ഞു. പിന്നീട് ഓർത്ത് താൻ കൊട്ടാരത്തിൽ ചെന്നു. നോക്കുക, വ്യത്യസ്തമായ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ജോസഫിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, അവസാനം സ്വന്തം സഹോദരന്മാരോട് യാത്ര ചോദിക്കുന്ന രംഗം വരെ, അവരോട് സംസാരിച്ച് താന് ഒരു അന്ത്യയാത്ര പറയുന്ന ഭാഗം വരെ ഉള്ളത് എടുത്ത് വായിച്ചു നോക്കുക. സ്ഥിരതയോടെ താൻ നിന്നു. ദാനിയേൽ സ്ഥിരതയോടെ നിന്നു, ജോസഫ് സ്ഥിരതയോടെ നിന്നു. സഹോദര, സഹോദരി, നമ്മൾ പുതിയ നിയമഭക്തന്മാരായ നമ്മൾ എന്തോ വേണം? ഈ ദാനിയേലും ജോസഫും പഴയ നിയമഭക്തന്മാരാണ്. നമ്മൾ എന്ത് വേണം? നമ്മൾ സ്ഥിരതയോടെ നിൽക്കണം. സ്ഥിരതയോടെ നിൽക്കണമെന്ന് എത്ര വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ചില വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്തിന്റെ പരിശോധന നമുക്ക് സ്ഥിരത ഉളവാക്കുന്നു. നമ്മൾ സ്ഥിരതയോടെ നിൽക്കാൻ വേണ്ടി ദൈവം വിശ്വാസത്തിന്റെ പരിശോധനയൊക്കെ നമുക്ക് അനുവദിക്കുന്നു. എന്താ അതിന്റെ ലക്ഷ്യം? നമ്മൾ സ്ഥിരതയോടെ നിൽക്കണം. എബ്രായർ 10:36 വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. അവിടെ സ്ഥിരത എന്നുള്ള വാക്കല്ല, മറ്റേ വാക്കാണ്. എന്താ വാക്ക്? സഹിഷ്ണുത. അർത്ഥം ഒന്ന് തന്നെയാണ്. നമ്മൾ എന്തോ വേണം? നമ്മുടെ മുമ്പിൽ ഒരു വാഗ്ദത്തമുണ്ട്, അത് നമുക്ക് പ്രാപിക്കണം. പ്രാപിപ്പാൻ നമ്മൾ എന്തോ വേണം? സഹിഷ്ണുതയോടെ നിൽക്കണം. സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞിട്ടാണ് ആ വാക്കിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. ലൂക്കോസ് 8:15 കർത്താവ് തന്നെ പറയുന്ന ഒരു ഉപമയിൽ ഒരു നല്ല ഭാഗമുണ്ട്. ആ ഉപമ നിങ്ങൾ സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചു നോക്കുക. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. വചനം കേട്ട് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുക എന്നാണ് കർത്താവ് അത് സമ്മറൈസ് ചെയ്ത ആ ഉപമ പറയുന്നത്. അവിടെ സ്ഥിരതയല്ല, സഹിഷ്ണുതയല്ല, ക്ഷമ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഫിലദൽഫിയ സഭയെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ എന്തോ വേണം? സഹിഷ്ണുതയുടെ വചനം പിടിച്ചുകൊണ്ട് നിൽക്കണം അന്ത്യം വരെ. പല സഭകളും അങ്ങനെ നിന്നില്ല. പല സഭകളെ കുറിച്ച് റിമാർക്ക് പറയുന്നുണ്ട്, പക്ഷെ ഫിലദൽഫിയയെ കുറിച്ച് ഒരു റിമാർക്കും പറയുന്നില്ല. കാര്യം എന്താ? അവര് സഹിഷ്ണുതയുടെ വചനം അന്ത്യത്തോളം പിടിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, എബ്രായർ 12:2 നമ്മളിപ്പോ 12:1 നമ്മൾ വായിച്ചത്. 12:2 കർത്താവായ യേശുവിനെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 12:2 അവിടുന്ന് ക്രൂശിനെ സഹിച്ചു. 12:1 നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. എന്നാൽ ഒടുവിലായിട്ട് നമുക്ക് അതിന്റെ 12:2, 3 ഒന്ന് നോക്കാം. അവിടെ എന്താ കാണുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും, കണ്ടോ,
സഹിക്കുക എന്ന വാക്ക്, സ്ഥിരത, സഹിഷ്ണുത, സഹിക്കുക, ക്ഷമ, സ്ഥിരതയോടെ എന്നുള്ളത് പോലെയുള്ള ഒരു വാക്കാണ് സഹിക്കുക. കർത്താവ് എന്തോ ചെയ്തു? പല നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പല നിലയിലുള്ള തനിക്കെതിരെയുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം സഹിച്ചു. അവസാനം അതിൻ്റെ ഒക്കെ മൂർത്തിമത് ഭാവമായിട്ട് വന്ന ക്രൂശിനെയും താൻ സഹിച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്. കലക്ഷ്യമാക്കിയ ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. 12:3 നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും. കണ്ടോ, അവിടെയും വിരോധം കർത്താവ് എന്തോ ചെയ്തു? സഹിച്ചു. അങ്ങനെ സഹിച്ച കർത്താവിനെ നമ്മൾ എന്തോ വേണം? ധ്യാനിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ. അപ്പൊ നോക്കുക, നമ്മള് പല കാര്യങ്ങൾ സഹിഷ്ണുതയെക്കുറിച്ചും സ്ഥിരതയെക്കുറിച്ചും സ്ഥിരോത്സാഹത്തെക്കുറിച്ചും പറഞ്ഞു. എബ്രായർ 12:1 നിന്നാണ് നമ്മളത് പറഞ്ഞു തുടങ്ങിയത്. നമ്മളോട് എന്തോ പറഞ്ഞിരിക്കുന്നു? സ്ഥിരതയോടെ ഓടാൻ പറഞ്ഞിരിക്കുന്നു. റോമർ 5:3 എന്തോ പറയുന്നു? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും. കണ്ടോ, ഈ കഷ്ടങ്ങളൊക്കെ നമുക്കുണ്ട്, അതൊക്കെ നമുക്ക് സഹിഷ്ണുത തരും. യാക്കോബ് 1:2-4 കാര്യങ്ങൾ വാക്യങ്ങളിൽ വായിക്കുന്നു. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. എബ്രായർ 10:36 വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ലൂക്കോസ് 8:15 നമ്മൾ വായിച്ചു, വചനം കേട്ട് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കണം. വെളിപ്പാട് 3:10 പറയുന്നു, സഹിഷ്ണുതയുടെ വചനം പിടിച്ചുകൊണ്ടതിനാൽ ഫിലദെൽഫ്യ സഭയ്ക്ക് അവരുടെ കിരീടം നേടാനായിട്ട് കഴിയും. എബ്രായർ 12:2-3 കർത്താവായ യേശുവിനെ തന്നെ നമുക്ക് സ്ഥിരതയ്ക്ക് മാതൃകയായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. എന്തോ ചെയ്തു? കർത്താവ് ക്രൂശിനെ സഹിച്ചു. കർത്താവ് എന്തോ ചെയ്തു? വിരോധം സഹിച്ചവന്, അവനെ നമ്മൾ ധ്യാനിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം പൂർത്തിയാക്കാം. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏർപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടങ്ങിയത് 2 തീമോഥെയോസ് 4:7 വായിച്ചാണ്. പൗലോസ് തൻ്റെ അവസാന വിടവാങ്ങൽ പ്രസ്താവന നടത്തുകയാണ്. എന്താ വിടവാങ്ങൽ പ്രസ്താവന? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതിലൂടെ എന്താ പറയുന്നത്? ഞാൻ മാത്രമല്ല, നിത്യതയിൽ പ്രത്യാശ വെച്ച നിങ്ങൾക്കും ഇത് തന്നെ, ഈ പ്രതിഫലം എല്ലാം കിട്ടണം. അതിനുവേണ്ടി താൻ എന്തോ പറയുന്നു? എബ്രായർ 12:1 പറയുന്നു, നിങ്ങള് ഓട്ടം തികയ്ക്കണം, ഓട്ടം തികയ്ക്കണം എന്ന്, ഓട്ടം ഓടി തികയ്ക്കണം എന്ന് പറയുന്നു. ഓട്ടം ഓടുക. എങ്ങനെയാ ഓട്ടം ഓടേണ്ടത്? മുറുകെ പറ്റുന്ന പാപങ്ങളെല്ലാം എന്ത് വേണം? വിടണം. അതുപോലെ എന്താ വേണ്ടത്? സകല ഭാരവും വിടണം. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. ദൈവം നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പക്ഷെ അതിൻ്റെ തീരുമാനം, അതിൻ്റെ മുന്നോട്ടുള്ള ആ നിലയിലുള്ള മനസ്സിലെ അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടതും അത് പ്രവർത്തിച്ചെടുക്കേണ്ടതും ആ ഡിറ്റർമിനേഷനും ഒക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മുറുകെ പറ്റുന്ന പാപം, സകല ഭാരവും അത് വിടണം. വിടേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതെന്ത് വേണം? അതിൽ സ്ഥിരത ഉണ്ടാവണം. ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ 2 വർഷം അതെല്ലാം വിട്ടു. പിന്നീട് അതിൽ സ്ഥിരതയില്ലാതെ പോയാൽ എന്ത് പറ്റും? ശൗലിനെ പോലെ ആയിപ്പോകും. ജോസഫും ദാനിയേലും എന്ത് ചെയ്തു? അവർക്ക് സ്ഥിരതയുണ്ടായിരുന്നു, സഹിഷ്ണുതയുണ്ടായിരുന്നു, അവർക്ക് പേഴ്സിവറൻസ് ഉണ്ടായിരുന്നു, സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഉണ്ടായിരുന്നു. അവര് ആ നിലയിൽ അവരുടെ ഓട്ടം പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്ത് ചെയ്തു? അത് പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മളും എന്തോ ചെയ്യണം? ആ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അപ്പൊ നമ്മള് ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഈ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന്
ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് മാത്രം മറുപടി കൊടുത്താൽ മതി. എന്താ? നീ നിന്റെ ഓട്ടം തികച്ചോ? പൗലോസ് എന്തോ ചെയ്തു? പൗലോസ് ഒരു കാര്യം പറയുന്നു, ഞാൻ ഓട്ടം തികച്ചു. ഓട്ടം തികച്ചു. നമ്മൾ ഓട്ടം തികച്ചു എന്ന് നമുക്ക് അവിടെ കണക്ക് കൊടുക്കാൻ ഒക്കുമോ? നല്ല ഓട്ടം ഓടി തുടക്കത്തിൽ, പക്ഷെ ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പൊ മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മളെ ചുറ്റിപ്പടഞ്ഞിരിക്കുകയാണോ? അവ വിട്ടുകളയുക. ഇപ്പൊ ഒട്ടേറെ ഭാരങ്ങൾ നമ്മളെ മുറുകെ പറ്റുന്നുണ്ടോ? ഭാരങ്ങളും നമ്മളെ കയറി ആവേശിക്കാം, അതിനെയും വിട്ടുകളയുക. എന്നിട്ട് അത് കുറച്ചു നാളത്തേക്കല്ല, സ്ഥിരതയോടെ അതിൽ നിൽക്കുക. ഇതിന് പലരും നമുക്ക് മാതൃകയായിട്ടുണ്ട്. നമ്മുടെ കർത്താവിനെ തന്നെ നോക്കാം. എബ്രായർ 12-ന്റെ 2-3 വാക്യങ്ങൾ, തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ, അവനെ ധ്യാനിച്ചു കൊള്ളുക, അവനെ നോക്കുക എന്നാണ് പറഞ്ഞത്. കർത്താവിനെ നോക്കാം. കർത്താവ് ഇതിന് ഏറ്റവും നല്ല മാതൃകയാണ്. അതുപോലെ പഴയ നിയമഭക്തന്മാരായ 2 പേരുടെ പേരുകൾ ചെറുപ്പക്കാര് എന്നെ കേൾക്കുന്നവരെ ഓർക്കുക. ദാനിയേല്, ജോസഫ്. അവർക്കൊക്കെ അന്യനാട്ടിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമായിരുന്നു. അന്യനാട്ടിൽ. നിങ്ങളെ ഇന്ന് ഈ മീറ്റിംഗ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിലല്ല, കേരളത്തിൽ നിന്ന് പുറത്തൊരു നാട്ടിലാണ്. ജോസഫും ദാനിയേലും ഒക്കെ ജീവിച്ച പോലെ മറ്റൊരു നാട്ടിലാണ്. പക്ഷേ ജോസഫും ദാനിയേലും അന്യനാട്ടിൽ എന്തോ ചെയ്തു? അവിടെയും അവർ സ്ഥിരതയോടെ, സഹിഷ്ണുതയോടെ, സ്ഥിരോത്സാഹത്തോടെ കിട്ടിയ ആ വചനങ്ങളെ മുറുകെ പിടിച്ച് ക്ഷമയോടെ നിന്നു. നമുക്കും അങ്ങനെ നിൽക്കാം. നമ്മുടെ ഓട്ടം തികയ്ക്കാം, ഓടി തികയ്ക്കാം. ഓടി തികച്ചാൽ എന്ത് ചെയ്യും? ആ ദിവസത്തിൽ നല്ല ന്യായാധിപതിയായ കർത്താവ്, പൗലോസ് പറയുന്നു, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും, നമുക്കെല്ലാവർക്കും നല്ല പ്രതിഫലം കർത്താവ് തരും. ആ ദിവസത്തിൽ നമുക്ക് കണ്ണു നട്ടുകൊണ്ട് നമുക്ക് മുറുകെ പറ്റുന്ന പാപങ്ങൾ വിട്ട്, ഭാരങ്ങൾ വിട്ട്, സ്ഥിരതയോടെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ അതിനായിട്ട് സമർപ്പിക്കുമെങ്കിൽ, നമ്മൾ അതിനായിട്ട് കർത്താവിനോട് അപേക്ഷിക്കുമെങ്കിൽ, കർത്താവും നമുക്ക് തുണ നിൽക്കും. പരിശുദ്ധാത്മാവും നമ്മളെ ശക്തിപ്പെടുത്തും. വിജയകരമായിട്ട് പൗലോസിനെ പോലെ നമുക്ക് നമ്മുടെ ഓട്ടം പൂർത്തിയാക്കാൻ കഴിയും. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, ഇത് സംസാരിക്കാനിടയായ ഞാൻ ഉൾപ്പെടെ, നമ്മെ എല്ലാവരെയും ദൈവം ഈ ഓട്ടം സ്ഥിരതയോടെ ഓടി പൂർത്തിയാക്കുവാൻ ദൈവം ഈ അന്ത്യകാലത്ത് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, അതിനായിട്ട് എല്ലാവരും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട്, ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും വീണ്ടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.